പൂനൂല് ധരിക്കുമ്പോൾ പൂനൂല് കൊടുത്തത് ബൃഹസ്പതിയും ഗായത്രി മന്ത്രം ചൊല്ലിക്കൊടുത്തത് സൂര്യഭഗവാനും. അതുപോലെ ഈ മൗഞ്ചി ബന്ധനം എന്ന് പറഞ്ഞ് മുഞ്ചിക്ക ആ പുല്ല് കൊണ്ടുണ്ടാക്കുന്ന അരയാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ബ്രഹ്മചര്യത്തിന് വേണ്ടിയിട്ടാണ്. മേഖല എന്ന് പറയും. അത് കശ്യപ മുനി, അതായത് അച്ഛൻ. പിന്നെ അജിനം, മാൻ്റെ, കൃഷ്ണ അജിനം, ഒരു കറുത്ത മാൻ്റെ തോല്, അത് ഭൂമി ദേവൻ കൊടുത്തു, ദേവി കൊടുത്തു. പിന്നെ സോമഭഗവാൻ, കാട്ടിൻ്റെ ദേവനാണ്. സോമഭഗവാൻ ദണ്ഡം കൊടുത്തു. സോമഭഗവാൻ കൊടുത്തത് ഈ അജിനമാണ്, വനസ്പതി. അത് സോമഭഗവാൻ കൊടുത്തത് ഈ ദണ്ഡം, കയ്യിലെടുത്തിരിക്കുന്ന ദണ്ഡം, അത് കാട്ടിൻ്റെ ദേവനായതുകൊണ്ട് സോമഭഗവാൻ അത് കൊടുത്തു. കൗപീനം കൊടുത്തത് അതിഥി, മാതാവ്, അമ്മയാണ്. ഈ ആകാശത്തിൻ്റെ ദൈവം കൊടുത്തത് കുട. പിന്നെ ബ്രഹ്മൻ കൊടുത്തത് ബ്രഹ്മനല്ല, ബ്രഹ്മാവ്, ജഗതപതേഹേ, ഈ ജഗത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ബ്രഹ്മാവ് കൊടുത്തത് കമണ്ടലു. അതുപോലെ സപ്തഋഷി കൊടുത്തത് കുശ ദർഭം എന്ന് പറയുന്ന കുശ, അത് ആ പുല്ല് സപ്തഋഷി കൊടുത്തു. അക്ഷമാലാം മഹാരാജ സരസ്വത്യവ്യയ ആത്മനഃ. അതുപോലെ സരസ്വതി എന്ത് കൊടുത്തു? ഈ ജപം ചെയ്യാനുള്ള മാല, അത് സരസ്വതി കൊടുത്തു. കുബേരൻ കൊടുത്തത് തസ്മാത് ഇതി ഉപനീതായ യക്ഷരാട്ട്. കുബേരൻ്റെ വേറൊരു പേരാണ് യക്ഷരാട്ട്. അപ്പോൾ യക്ഷരാട്ട് കൊടുത്തത് പാത്രികാം അദാത്, ഭിക്ഷ വാങ്ങിക്കാനുള്ള പാത്രമാണ് കൊടുത്തത്. ആലോചിച്ച് നോക്കും, കുബേരൻ കൊടുക്കുന്നത് ഭിക്ഷ വാങ്ങിക്കാനുള്ള, യാചിക്കാനുള്ള പാത്രം. പിന്നെ ഭഗവതി സാക്ഷാത് ഉമാത് അംബിക സതി, ആദ്യം ഭിക്ഷ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഭിക്ഷ ആരാ കൊടുത്തത്? സാക്ഷാത് അന്നപൂർണ ദേവി, പാർവതി, ദുർഗാദേവി, സതി ദേവി കൊടുത്തു. അപ്പോൾ അങ്ങനെ തദ് സഹ ബ്രഹ്മവർച്ചേസേനൈവ സ്വഭാം സംഭാവിതോ വട്ടുഹു. ആ വട്ടു അല്ലെങ്കിൽ ബ്രഹ്മചാരി, ആ ബ്രഹ്മചാരി ഇങ്ങനെ ഇത്രയും ബ്രഹ്മവർച്ചസ്സുള്ള, തേജസ്സുള്ള ആ ബ്രഹ്മചാരി, അവിടെ ബ്രഹ്മചാരിമാരുടെ, ബ്രഹ്മഋഷി ഗണസഞ്ജുഷ്ടാം അത്യരോചത മാരിഷ, ആ ബ്രഹ്മഋഷിമാരുടെ ആ സഭയിൽ വെച്ച് അങ്ങനെ ആ ബ്രഹ്മചാരിനെ എല്ലാവരും ആദരിച്ചു. അപ്പോൾ സമിദ്ധം ആഹിതം വഹ്നിം. അപ്പോൾ ഈ യജ്ഞമൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നമ്മളതിൽ സമിദ്ധ എന്ന് പറഞ്ഞാൽ യജ്ഞത്തിന് ആവശ്യമുള്ള മരം, വിറക്. അപ്പോൾ അത് അവിടെ ഇട്ടു. കൃത്വ പരിസമൂഹനം, എന്നിട്ട് ഈ എല്ലാം എങ്ങനെയാണോ ചെയ്യേണ്ടത് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിച്ചു. പരിസ്ഥീര്യ സമഭ്യർച്ച്യ സമിദ്ഭിഹി അജുഹോദ്വിജ. അതിൽ അങ്ങനെ യജ്ഞമൊക്കെ എല്ലാം വെച്ചിട്ട് അവിടെ ആ വിറകൊക്കെ അതിൽ സമർപ്പിച്ചു. ദ്വിജ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ജനിക്കുന്ന. അപ്പോൾ ഇവിടെ പൂന്നൂല് ഇടുന്നതിന് മുമ്പ് ഒരു ജനനം, പിന്നെ പൂന്നൂല് ഇടുന്ന ദിവസം ഒരു ജനനം, അങ്ങനെ. അപ്പോൾ അങ്ങനെ വാമന ഭഗവാൻ ഇതിനെക്കുറിച്ച് മഹാബലിൻ്റെ ഈ നമ്മൾ ആദ്യം കണ്ടില്ലേ 100 അശ്വമേധ യജ്ഞം, അത് ചെയ്യുന്ന കാര്യം മഹാബലിൻ്റെ ആ കാര്യം അറിഞ്ഞിട്ട് ആ 100 അശ്വമേധ യജ്ഞം നടക്കുന്ന സ്ഥലത്തേക്ക് അവിടെ പോകാൻ തുടങ്ങി. അവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ഭൃഗുവംശത്തിൻ്റെ ഋഷികൾമാർ ശുക്രാചാര്യദേവൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അങ്ങനെ ആ മഹാബലിൻ്റെ ആ യജ്ഞശാലയിലേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ നടക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ കാണാൻ ഇതാണ് ഹൈറ്റ്, ചെറുതാണ്, ഹൈറ്റ് കുറവാണ്.
പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാരനെ കണ്ട അങ്ങനെ ഉണ്ടാവും, ചെറുതായി ഉണ്ടാവും കാണാൻ, പക്ഷെ ഒച്ച വരും. അത് ചീവിട് കേട്ടിട്ടില്ല. ഇത് ഒച്ച ഉണ്ടാക്കുന്നത് കണ്ടാൽ നിങ്ങൾ മൊത്തം കാടിന്ന് എവിടെയോന്നൊക്കെ ഒച്ച ഉണ്ടാക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അത് ഭയങ്കര ഒച്ച. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ്, ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാവും, കുറച്ച് ഇത്രയേ ഉണ്ടാവുള്ളൂ സൈസ്. അപ്പോൾ അങ്ങനെ വാമന ഭഗവാൻ ഇവിടുന്ന് മഹാബലിയുടെ യജ്ഞശാലയിൽ നോക്കി നടക്കാൻ തുടങ്ങുമ്പോൾ തത്ര അഖില സാര സംഭൃതോ ഭാരേന ഗാം സന്നമയൻ പദേ പദേ. ഓരോ അടിയെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് കുലുങ്ങുന്നത്? ഭയം കൊണ്ടും പിന്നെ ബഹുമാനം കൊണ്ടും. പലപ്പോഴും ബഹുമാനം വരുന്ന ഭയം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഭയം കൊണ്ടും ബഹുമാനം കൊണ്ടും ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് ഓരോ അടി എടുത്ത് വയ്ക്കുമ്പോൾ, ചെറിയ അടി, പതേ പതേ സന്നമയ ഭാരേന, ആ ദൈവത്തിൻ്റെ ആ കാലിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ അങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുക, നടുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എവിടെയാ പോയതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാബലി എവിടെയായിരുന്നു എന്ന്, കേരളത്തിലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. മഹാബലി എവിടെയായിരുന്നു? അപ്പോൾ ഇത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. തം നർമ്മദായാ തട ഉത്തരേ ബലേഹേ യ ഋത്വിജഃ തേ ഭൃഗുകച്ഛ സംജ്ഞകേ. അപ്പോൾ ഭൃഗുകച്ഛ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, നർമ്മദ നദിയുടെ വടക്ക് ഭാഗത്ത്, വടക്ക് തീരത്ത്, അവിടെയാണ് ഈ യാഗം നടന്നുകൊണ്ടിരുന്നത്. പ്രവർത്തയന്തോ ഭൃഗവഗ ഋതൂത്തമം വെചചക്ഷതാരാദ് ഉദിതം യഥാരവീം. അപ്പോൾ അവിടെ ഇത് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ അവിടെ ഈ വാമന അവതാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അടുത്ത് ഭഗവാൻ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് കുറച്ച് അത്യാവശ്യം പൊക്കമൊക്കെ ഉള്ള ആൾ നടന്നു വരുമ്പോൾ കാണാൻ പറ്റും. തീരെ പൊക്കമൊന്നും ഇല്ലാതെ ആളിങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പം ഈ രൂപം വലുതായി വരുന്നുണ്ട്. എങ്ങനെയാണ്? യഥാരവി. രാവിലെ സൂര്യ ഉദയം നടക്കുമ്പോൾ, സൂര്യോദയത്തിൽ ആദ്യം ചെറുതായിട്ട് ഒരു ചുമന്ന വെട്ടമുണ്ടാവും, ചുമന്ന നിറം ഉണ്ടാവും, ആകാശം മുഴുവൻ ചുമന്നിരിക്കും. പിന്നെ പതിയെ പിന്നെ അവസാനം സൂര്യൻ ഇങ്ങനെ വലുതായി വരും. അതുപോലെ അവിടുന്ന് കാണുന്നുണ്ട്, ആരോ വരുന്നുണ്ടല്ലോ. ഓ, ചിലപ്പം ഈ യജ്ഞത്തിന് എന്തെങ്കിലും ഭിക്ഷയൊക്കെ യാചിക്കാൻ കുറേ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടാവും. അങ്ങനെയാണ് വിചാരിക്കുന്നത്, ആരെങ്കിലും വരുന്നുണ്ടെന്ന്. അവസാനം കുറച്ച് അടുത്തടുത്ത് വരുമ്പോൾ ഇത്, ഓ പൊക്കം കുറവാണല്ലോ, എന്നിട്ട് എന്തോ കുടയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കയ്യിൽ കമണ്ടലും ഉണ്ടോ. അങ്ങനെ പതിയെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുന്നത്, ഡീറ്റെയിൽസ് മനസ്സിലാവുന്നത് അടുത്ത് വരുമ്പോഴാണ്, ഈ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ. അപ്പോൾ അങ്ങനെ ആൾക്കാർ നോക്കുന്നു. ഓ, പക്ഷേ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, തം ഋത്വിജോ യജമാന സദസ്യ ഹതത്വിഷോ വാമന തേജസാ നൃപ. ഈ വരുന്ന ആളുടെ തേജസ് കൊണ്ട്, ആ തേജസ് കൊണ്ട് അവിടെ മൊത്തം അങ്ങനെ വെട്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആളിന് സൂര്യ കില ആയാത്യുത വാ വിഭാവസുഹു സനത് കുമാര അഥ ദിദൃക്ഷയാരത്തോഹോ. ഈ കാണുന്ന ഋഷിമാര്, ഇവരൊക്കെ ഋത്വിക്മാരെന്നാണ് പറയുന്നത്. അതായത് ഒരു യജ്ഞത്തിനെ നടത്തുന്ന ഋഷിവര്യന്മാർ, അവനെ ഋത്വിജ് എന്ന് പറയും. യജമാനൻ ആരാണ്? ആർക്ക് വേണ്ടിയിട്ടാണോ യജ്ഞം നടക്കുന്നത്? അവിടെ മഹാബലി. അപ്പോൾ ഈ കാണുമ്പോൾ ഇത്രയും തേജസ്സായിട്ട്, ഇത്രയും ഓജസ്സോട് കൂടി വരുന്ന വ്യക്തി ആരാണ്? ഇത് സൂര്യൻ തന്നെയാണോ അവിടെ വരുന്നത്? അല്ല, സൂര്യനാണോ വരുന്നത്? അല്ല, അഗ്നി ഭഗവാനാണോ വരുന്നത്? അല്ല,
ബ്രഹ്മചര്യ വ്രതത്തിൽ അങ്ങനെ പ്രതിഷ്ഠിതനായിരിക്കുന്ന സനത്കുമാര ഋഷിയാണോ വരുന്നത്? ഇത് ആരാ വരുന്നത്? മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയാണ്. ഭൃഗുഷു അനേകത, പല രീതിയിൽ വിതർക്യമാണ്, പല രീതിയിൽ അവർ ചിന്തിക്കുകയാണ്. ഇത് ആരാ വരുന്നത്? ഭൃഗു വംശത്തിൻ്റെ ഈ ഋഷിമാരൊക്കെ എല്ലാവരും ചിന്തിക്കുന്നു, ആരാ വരുന്നത് എന്ന്. ശുക്രാചാര്യൻ്റെ ശിഷ്യന്മാർ എല്ലാവരും വരുന്നു. അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഛത്രം സദണ്ഡം സജലം കമണ്ഡലും. അപ്പോൾ ഭഗവാൻ വാമന ഭഗവാൻ അകത്ത് കയറി വന്നു, യജ്ഞശാലയിലേക്ക് കടന്നു വന്നു. എങ്ങനെയാണ് വരുന്നത്? ഛത്രം, ഒരു കുടയുണ്ട്, സദണ്ഡം, കയ്യിലൊരു കോലുണ്ട്, സജലം കമണ്ഡലും, വെള്ളമുള്ള കമണ്ഡലും ഉണ്ട്, വാട്ടർ ബോട്ടിൽ, വിവേശ ബിഭ്രദ്ദയ മേധവാട്ടം. അപ്പോൾ അങ്ങനെ വരുന്നു, ഈ ഇതിലേക്ക് കയറി വരുന്നു. എല്ലാവരും കണ്ടു. വേറെന്താ? ഭഗവാൻ വിഷ്ണുവാണ്. പക്ഷെ ഏതാ രൂപം ധരിച്ചിരിക്കുന്നത്? വാമന രൂപം, ബ്രഹ്മചാരിയുടെ രൂപം. മൗഞ്ചിയ മേഖലയ, ഈ പറഞ്ഞ പോലെ ഇവിടെ മുഞ്ചിക്ക, ആ പുല്ലൻ കൊണ്ടുണ്ടാക്കിയ അരഞ്ഞാനം. വീത്തം ഉപവീത അജിനൗത്തരം, മാത്രമല്ല അതൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും. പൂനൂലിട്ടിട്ടുണ്ട്. പിന്നെ മാൻ്റെ തോല് കൊണ്ടിങ്ങനെ ഉത്തരം, ഈ മേൽഭാഗം മറച്ചിട്ടുണ്ട്. ജട്ടിലം വാമനം വിപ്രം, ജട്ടിലമാണ് മുടിയൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. വാമന അവതാരത്തിൻ്റെ പല സ്ഥലത്ത് ചിത്രം ഉണ്ടാക്കുമ്പോൾ തലയിൽ ഒന്നുമില്ല, അതല്ല ഭാഗവതം പറയുന്നത്, ജട്ടിലം. അപ്പോൾ എങ്ങനെയോ നമുക്ക് ശരിക്കും ഒരു ഇത് കിട്ടി കേട്ടോ, ചിത്രം. ജട്ടിലം എന്ന് വെച്ചാൽ ജഡ. അതായത് ഈ ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഷാംപൂ ഒക്കെ ഇട്ട് മുടിയൊക്കെ ഇതാക്കുന്നത്, മനസ്സിലായില്ലേ? അതല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ അത് കിടക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അത് ജട്ടിലം, അങ്ങനെ എല്ലാം കട്ടി പോലെ ആവും. അതാണ് ജഡ എന്ന് പറയും നമ്മളതിനെ. അങ്ങനെയുള്ള മുടി. അങ്ങനെ അദ്ദേഹം കയറി വരുമ്പോൾ എന്താണ്? മായാമാനവകം ഹരി. അതായത് ഈ രൂപം ഹരി, ഭഗവാൻ വിഷ്ണു ഈ രൂപം ധരിച്ചതാണ്. അപ്പം അങ്ങനെ കയറി വരുമ്പോൾ മനോരമം ദർശനീയം, ഈ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് യജമാനഃ പ്രമുദിതോ, അവിടെ യജമാനൻ ആരാണ്? മഹാബലി. ആ യജ്ഞശാലയുടെ യജമാനൻ ആരാണ്? മഹാബലി ഒരുപാട് ആനന്ദിക്കുന്നു കണ്ടിട്ട്. കാരണം മനോഹരമായ ദൃശ്യമാണ്. രൂപ അനുരൂപ അവയവം, ശരീരം നല്ല ഭംഗിയാണ്, പക്ഷെ മൂക്ക് ഇങ്ങനെയാണ്. കാണാൻ ഭംഗി ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ. ഇപ്പം പറയും അങ്ങനെയൊക്കെ കളിയാക്കരുതെന്ന്. അല്ല, ഞാൻ വെറുതെ ഇത് ഇവിടെ ഉള്ളത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ല അത് കളിയാക്കാൻ പാടില്ല. അതൊക്കെ കളിയാക്കുന്നൊന്നുമില്ല. ചില ആൾക്കാർ ഇങ്ങനെ നല്ല ശരീരമൊക്കെ ഉണ്ടാവും, പക്ഷെ കണ്ണിങ്ങനെ ഉണ്ടാവും. നിങ്ങളെ നോക്കുന്ന പോലെ ഉണ്ടാവും, അവിടെ ആരെയാണ് നോക്കുന്നത്. അപ്പോൾ അനുരൂപ അവയവം, ശരീരം എങ്ങനെയാണോ ഭംഗിയായിരിക്കുന്നത് അതിനനുസരിച്ച് അതിനനുസരിച്ച് എല്ലാ അംഗങ്ങളും ഭംഗിയായിരിക്കുന്നു. പിന്നെ അതുപോലെ എല്ലാ അംഗങ്ങളും വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിലുണ്ട്. അതാണ് സൗന്ദര്യം. എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവണം, എത്ര ഉണ്ടാവണം, വയറെങ്ങനെ ഉണ്ടാവണം, കുറച്ച് കൂടിയ അത്ര സൗന്ദര്യം പോരാ. അപ്പോൾ അങ്ങനെ വേണ്ടത്ര എല്ലാവിടെയും എങ്ങനെ ഉണ്ടാവണോ അങ്ങനെ ഉണ്ടാവുന്നു. അതാണ് അങ്ങനെ സൗന്ദര്യത്തോടു കൂടി വന്നു. അപ്പം അങ്ങനെ കണ്ട്, അങ്ങനെ ഉള്ള രൂപമുള്ള ആ വ്യക്തിനെ കണ്ട് മഹാബലി തസ്മാ ആസനം ആഹരത്, അദ്ദേഹം പറഞ്ഞു, അല്ല നിങ്ങൾ വരൂ, വന്നിരിക്കൂ.
സ്വാഗതേന അഭിനന്ദ്യ അഥ പാദൗ ഭഗവതോ ബലിഹി. സ്വാഗതം പറഞ്ഞു, വരൂ, സ്വീകരിച്ചു. എന്നിട്ട് വളരെ സന്തോഷിച്ചു, വളരെ ആഹ്ലാദിച്ചു. എന്നിട്ട് പാദൗ ഭഗവതോ ബലിഹി. മാത്രമല്ല അദ്ദേഹം, ഈ മഹാബലി, ഭഗവാൻ വാമനദേവൻ്റെ പാദം കഴുകി പൂജിച്ചു. പിന്നെ എന്ത് ചെയ്തു? അവനിജ്യ അർച്ചയാമാസ മുക്തസംഘ മനോരമം. പൂജിച്ചിട്ട് ആ പാദത്തിലുള്ള വെള്ളം, ഈ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്നാണ് ഗംഗ വരുന്നത്. പക്ഷെ ആ ഗംഗേനെ ആരാണ് ശിരസിലേൽക്കുന്നത്? സ്വയം മഹാദേവനാണ് ശിരസിലേൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ കാലിൽ നിന്ന് വരുന്ന വെള്ളം അത് അത്ര മഹത്തായ വെള്ളമാണ്, സാധാരണയല്ല. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം തത് പാദ ശൗചം ജനകൽമഷ അപഹം സ ധർമ്മവിത് മൂർധന്യ ദദാത്. മഹാബലി ആരാണ്? സാധാരണ വ്യക്തിയല്ല. ബലി സാധാരണ വ്യക്തിയല്ല, ധർമ്മവിത്ത്, ധർമ്മത്തിനെ കുറിച്ച് അറിഞ്ഞ വ്യക്തിയാണ്. ധർമ്മങ്ങളെ കുറിച്ചും ആത്മീയ ഗ്രന്ഥങ്ങളെ കുറിച്ചും ആത്മീയതനെ കുറിച്ചും അറിവിലൂടെയും അനുഭവത്തിലൂടെയും അറിഞ്ഞ വ്യക്തിയാണ്, സാധാരണ വ്യക്തിയല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ജനകൽമഷ അപഹം, ജനങ്ങൾക്ക് ഉണ്ടാകുന്ന കൽമഷങ്ങളെ മാറ്റാൻ ശക്തിയുള്ള ജലമാണ് ആ ജലം. കാരണം ഇത് ആരുടെ പാദം കഴുകിയ ജലമാണ്? സ്വയം ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദം. അപ്പം അതുകൊണ്ട് ധർമ്മത്തിനെ കുറിച്ച് നല്ലോണം അറിഞ്ഞ മഹാബലി അതിനെ തലയിൽ ഇങ്ങനെ ഇടുന്നു. സുമംഗലം യത് ദേവദേവോ ഗിരീശ്ചന്ദ്ര മൗലി ദധാര മൂർധന്യ പറയാച്ച ഭക്ത്യ. എന്തുകൊണ്ടാണ് അങ്ങനെ മഹാബലി ചെയ്യുന്നത്? കാരണം ദേവന്മാരുടെ ദേവനായിരിക്കുന്ന മഹാദേവൻ പോലും ആ വെള്ളത്തിനെ ശിരസിലേൽക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ. ഓ ഭഗവാനെ, ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. അതായത് സാധാരണ വ്യക്തിയല്ലല്ലോ, അപ്പോൾ ബ്രഹ്മചാരിയാണ്. ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. ബ്രഹ്മഋഷീനാം തപസ് സാക്ഷാത് മന്യേ ത്വാ ആര്യ വപുർധരം. അപ്പം നിങ്ങൾ ഇവിടെ വരുന്നത്, നിങ്ങളെ ഞാൻ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ ശരീരത്തിന് ഈ ബ്രഹ്മ ഋഷീൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. ബ്രഹ്മ ഋഷികൾമാർ ഭഗവാനെ എപ്പോഴും ചിന്തിച്ച് ധ്യാനിച്ച് പൂജിച്ച് ആരാധിച്ചു വന്ന വ്യക്തികൾ, അവരുടെ തപസ്സിൻ്റെ ഫലമാണ് ഞാൻ നിങ്ങളുടെ രൂപത്തിൽ കാണുന്നത് എന്ന് ബലി പറയുന്നു. പിന്നെ പറയുന്നു, കിം കരവാമത്തെ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കാരണം എന്തായി? അങ്ങ് ഇവിടെ വന്നതുകൊണ്ട് എന്തായി? ഇന്ന് നഹ പിതരസ്തൃപ്ത, എൻ്റെ പിതൃപുരുഷകളൊക്കെ എല്ലാവരും സന്തുഷ്ടരായി. അദ്യ നഹ പാവിത്തം കുലം, എൻ്റെ കുലം മുഴുവനും പവിത്രമായി. അദ്യസു ഇഷ്ട. ഈ യജ്ഞം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, 100 അശ്വമേധ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. അത് ശരിക്കും ഇന്ന് യഥാർത്ഥമായത് ഇന്നാണ്. യത് ഭഗവാൻ ആഗതോ ഗൃഹാൻ ഭഗവാൻ ആഗതോ. കാരണം ഭഗവാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഇന്നാണ് ഈ ഗൃഹം പുനിതമായിരിക്കുന്നത്. ഈ നടത്തുന്ന എല്ലാ യജ്ഞങ്ങളും ഇന്നാണ് അർത്ഥവത്തായിരിക്കുന്നത്. അതുകൊണ്ട് അദ്യ അഗ്നയോ മേ സുഹൃത യഥാവിധി, ഞാൻ ഇതുവരെയും അഗ്നിയിൽ സമർപ്പിച്ച എല്ലാ ആഹുതികളും ഇന്നാണ് അതിന് അർത്ഥം വന്നിരിക്കുന്നത്. വിധിപൂർവമാണ് ഞാൻ സമർപ്പിച്ചതെങ്കിലും ഇന്നാണ് അതിന് അർത്ഥം കിട്ടിയിരിക്കുന്നത്. ദ്വിജാത്മജ ത്വച്ചരണാവനേ ജനേഹി, നിങ്ങൾ ദ്വിജനായ താങ്കൾ, അങ്ങ് ദ്വിജൻ
എന്നുവെച്ചാൽ 2 പ്രാവശ്യം, ആദ്യം ജനിക്കുമ്പോൾ ഒരു പ്രാവശ്യം ജനനം, പിന്നെ പൂനൂൽ ധരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ജനനം. അങ്ങനെയുള്ള അങ്ങിവിടെ വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും ദിവസം ചെയ്ത യജ്ഞം അത് ഇന്നാണ് ശരിക്കും അതിന് അർത്ഥം കിട്ടിയിരിക്കുന്നത്. ഹതാം ഹസോ വാബിരിയം ച ഭൂരഹോ തഥാ പുനീത തനുബിഹി പദൈതവഹ. ഈ എല്ലാ ഇവിടെ കുറേ എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ കുറേ അശുദ്ധികൾ എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ ജലം കൊണ്ട് പുനീത തനുബിഹി, എൻ്റെ ശരീരം, ഈ സ്ഥലം എല്ലാം പുനിതമായിരിക്കുന്നു. മാത്രമല്ല ഈ ഭൂമി എവിടെയാണോ യജ്ഞശാല ഉള്ളത് അത് നമ്മുടെ ശരീരം കൊണ്ട് പുനീതമായിരിക്കുന്നു, പവിത്രമായിരിക്കുന്നു. യദ്യത് വട്ടോ വാഞ്ചസി, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം ചോദിച്ചോളൂ. എന്തൊക്കെയാണോ ആവശ്യം ചോദിച്ചോളൂ. അവതാരമാണെന്ന് അറിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയും? ആരുടെ കാലിൽ നിന്നാണോ വെള്ളം വരുന്നത് ആ കാലിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഭഗവാൻ മഹേശ്വരൻ പോലും തലയിൽ താങ്ങുന്നു എന്ന്. വെറുതെ ഒരു ബ്രഹ്മചാരിൻ്റെ കാലിൽ നിന്ന് വരുന്ന വെള്ളത്തിന് മഹേശ്വരൻ കാലിൽ നിന്ന് താങ്ങുന്നു? ഇല്ലല്ലോ. വിഷ്ണുവിൻ്റെ വെള്ളത്തിനല്ല വരുന്നത്. ഇത് ഭാഗവതമാണ്. അത് പല കഥകൾ പലതും വന്നിട്ടുണ്ടാവും. ഞാൻ ഭാഗവതമാണ് വായിക്കുന്നത്. ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആരുടെ കാലിൻ്റെ പാദത്തിൻ്റെ ജലമാണോ, കാലിൻ്റെ ജലമാണോ മഹേശ്വരൻ തന്നെ തലയിൽ ഏൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാരാ? അപ്പോ യദ്യത് വട്ടോ വാഞ്ചസി, ബ്രഹ്മചാരി നിങ്ങൾ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അത് ചോദിച്ചോളൂ. തത് പ്രതീച്ഛ മേ, അത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ത്വാം അർത്ഥിനം വിപ്രസുതാനുർത്തർക്കയെ, എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തോ ഒന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. വെറുതെ അല്ല വന്നിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ വാങ്ങിച്ചോളൂ. ഗാം, പശുവാണ് ആവശ്യമാണെങ്കിൽ വാങ്ങിച്ചോളൂ. കാഞ്ചനം, സ്വർണമാണ് ആവശ്യമാണെങ്കിൽ വാങ്ങിച്ചോളൂ. ഗുണവത് ധാമ, നല്ല വീടാണ് ആവശ്യമെങ്കിൽ വാങ്ങിച്ചോളൂ. മൃഷ്ടം തഥാ അന്നപേയം, അല്ലെങ്കിൽ കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങിച്ചോളൂ. ഉത്തവ വിപ്രകന്യാം, അല്ലെങ്കിൽ നല്ല ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടീനെ വേണമെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചോളൂ. ഗ്രാമാൻ സമൃദ്ധാൻ, അല്ല നല്ല സമൃദ്ധമായ ഐശ്വര്യമുള്ള ഗ്രാമങ്ങൾ വേണമെങ്കിൽ അത് വാങ്ങിച്ചോളൂ. തുരകാൻ, അല്ല കുതിരയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചോളൂ. അന്ന് കാറൊന്നുമില്ലല്ലോ, അപ്പോൾ കുതിര. പാലിന് വേണ്ടിയിട്ട് പശു. ഗജാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആന വേണമെങ്കിൽ അത് വാങ്ങിച്ചോളൂ. രഥാം, നിങ്ങൾക്ക് രഥങ്ങൾ വേണമെങ്കിൽ അത് വാങ്ങിച്ചോളൂ. അർഹതമ സംപ്രതീക്ഷ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 18-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. 19, 20, 21, 22, 23 5 അധ്യായങ്ങളുണ്ട്. ഈ 5 അധ്യായങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ വാമന ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വാമന ഭഗവാൻ ബലീവിനെ കുറിച്ച്, മഹാബലീനെ കുറിച്ച് സ്തുതിക്കുന്നു. നായം കേട്ടിട്ടുണ്ടോ? വാമന ഭഗവാൻ ബലീനെ സ്തുതിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം കണ്ടല്ലോ, ഭഗവാനെ ബ്രഹ്മാവ് സ്തുതിക്കുന്നു, അത് കണ്ടു. പിന്നെ ഭഗവാന്റെ അതിഥി സ്തുതിക്കുന്നു. അപ്പോൾ വാമന അവതാരം എടുത്തിട്ടില്ല, പക്ഷെ സ്തുതിക്കുന്നു. ഇവിടെ വാമന ഭഗവാനെ, ബലീനെ വാമന ഭഗവാൻ സ്തുതിക്കുന്നു. എന്ത് പറയുന്നു? വചഃ തവ ഏതദ് ജനദേവ സൂനൃതം കുലോചിതം ധർമ്മയുക്തം യശസ്കരം.
നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതെന്താണ്? തവ ഏത്ത ജനദേവ, നിങ്ങളുടെ ഈ കുലമില്ലേ അതിന് ശോഭിക്കുന്ന രീതിയാണ്, അതിന് യോജിക്കുന്ന രീതിയിലാണ്. കുല ഉചിതം, കുലത്തിന് നല്ല ശോഭിക്കുന്ന രീതിയാണ്. സൂനൃതം, അതിന് നല്ല ഒരു രാജാവാണ് നിങ്ങൾ, നല്ല മകനാണ്. ധർമ്മയുദ്ധം, ധർമ്മീയമായ ധാർമ്മിക രീതിയിലാണ് നിങ്ങളിപ്പോൾ പറഞ്ഞതൊക്കെ. യശസ്കരം, മാത്രമല്ല നല്ലോണം യശസ് നൽകുന്ന വാക്കുകളാണ് പറഞ്ഞത്. യസ്യ പ്രമാണം, അതെങ്ങനെ? ഭൃഗവഃ സാംപരായേ പിതാമഹ കുലവൃദ്ധഃ പ്രശാന്തഃ. അങ്ങനെ ആകാൻ തന്നെയാണ് വഴി, അത് വേറെ രീതിയിൽ ആയിക്കൂടാ. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ആരുടെ കുലത്തിലാണുള്ളത്? ഈ ഋഷികളൊക്കെ ആരുടെ കുലത്തിലാണുള്ളത്? ഋഷികളിലൊക്കെ ഭൃഗു സമ്പ്രദായത്തിലുള്ള ഋഷികൾമാരാണ് നിങ്ങളുടെ ഗുരു. നിങ്ങളുടെ പിതാമഹൻ, മുത്തച്ഛൻ ആരാണ്? സ്വയം പ്രഹ്ലാദനാണ്. കുലവൃദ്ധ പ്രശാന്ത. അവരൊക്കെ, ഈ പ്രഹ്ലാദൻ ആരാണ്? പ്രഹ്ലാദൻ്റെ ഭക്തിക്ക് വേണ്ടി അറിയപ്പെടുന്ന, ശാന്തമായ മനസ്സിന് വേണ്ടി അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുലത്തിൽ ജനിച്ച നിങ്ങൾ വേറെ രീതിയിൽ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആരെങ്കിലും ഒരു കുട്ടി ഒരു ചെറിയ ആൺകുട്ടിയോ പെൺകുട്ടിയോ തെറ്റായി പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നു, പറയുന്നത് കേൾക്കുന്നില്ല, പറയുന്നത് നീ എവിടുന്നാണ് നീ? അപ്പോൾ അച്ഛൻ്റെ പേര് പറയും, അവരുടെ മകനാണോ നീ? അച്ഛൻ ഒരു നല്ല വ്യക്തിയാണ്, അപ്പോൾ ആ കുലത്തിൽ ജനിച്ച് ഇങ്ങനെയാണോ നീ? നേരെ മറിച്ച് ഒരുപാട് ബുദ്ധിയും ഒരുപാട് കഴിവും കാണിക്കുന്ന ഒരു കുട്ടി അപ്പോൾ ചോദിക്കുന്നു, ആരാ അച്ഛൻ? അപ്പോൾ അച്ഛൻ വലിയൊരു ഡോക്ടർ. ഓ, അത് പിന്നെ അങ്ങനെ തന്നെ ആവുമോ? കാരണം ഇത്രയും ബുദ്ധിയുള്ള ഒരു അച്ഛന് ജനിച്ച നീ പിന്നെ അങ്ങനെ ആവുള്ളൂ. പക്ഷെ നേരെ മറിച്ച് അങ്ങനെ അച്ഛൻ ഡോക്ടറായിട്ട് ഇവന് പഠിക്കാനൊന്നും അറിഞ്ഞില്ലെങ്കിൽ പറയും, അയാളുടെ മകനാണോ നീ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, തീരെ കുലത്തിന് യോജിക്കുന്ന രീതിയിലാണ് നീ ഉള്ളത്. നഹി ഏതസ്മിൻ കുലേ കശ്ചിന്നിഹി സത്വഹ കൃപണഃ പുമാൻ. ഈ കുലത്തിൽ ഒരിക്കലും ഒരു വ്യക്തി, ഒരു ബ്രാഹ്മണനോ അങ്ങനെ ദിവ്യമായ ഒരു വ്യക്തി ആവശ്യപ്പെട്ട ഒന്നും തന്നെ നിരസിക്കുന്ന രീതിയിലോ ആരും ജനിച്ചിട്ടില്ല. പ്രത്യാഖ്യാത പ്രതിശ്രുത്യ യോ വാദാത്ത ദ്വിജാതയെ, ദ്വിജാതി, അതായത് 2 പ്രാവശ്യം ജനിച്ച, അതായത് പൂനൂൽ ധരിച്ച ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, ആചാര്യന്മാരാരെങ്കിലും ആവശ്യപ്പെട്ടാൽ, പ്രത്യാഖ്യാത, അതിനെ നിരസിക്കാനുള്ള രീതിയിൽ ഈ കുലത്തിൽ ആരും ജനിച്ചിട്ടില്ല. കാരണം ഇവിടെ കൃപണഃ ആരുമില്ല, അതായത് സത്വഗുണം കുറവായ ആരുമില്ല. അങ്ങനത്തെ കുലത്തിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. ന സന്തി തീർത്ഥേ യുധി ച അർത്ഥിന അർത്ഥിത പരാങ്മുഖ യേ സ്വമനസ്വിനോ നൃപാഹ. നിങ്ങളുടെ കുലത്തിൽ തീർത്ഥേ എന്ന് വെച്ചാൽ തീർത്ഥക്ഷേത്രത്തിൽ, യുധി എന്ന് വെച്ചാൽ യുദ്ധഭൂമിയിലോ തീർത്ഥക്ഷേത്രത്തിലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്ന് ബ്രാഹ്മണന്മാരെന്തെങ്കിലും ആവശ്യപ്പെട്ടാലോ അവിടുന്ന് പിന്മാറാനുള്ള മനസ്സ് കാണിച്ച ആരും തന്നെ നിങ്ങളുടെ കുലത്തിലില്ല. ആരെങ്കിലും എന്താവശ്യപ്പെട്ടാലും കൊടുക്കും. അതുപോലെ യുദ്ധമായിരുന്നെങ്കിൽ അവിടെ യുദ്ധം ചെയ്യും, അവിടുന്ന് മാറില്ല. അങ്ങനെ യുഷ്മത് കുലേ, നിങ്ങളുടെ കുലത്തിൽ യദ്യശസാമലേന പ്രഹ്ലാദ ഉദ്ഭാതി യഥോടുപഖേ. നിങ്ങളുടെ കുലത്തിൽ അതുകൊണ്ടാണ് ഖേ, ആകാശത്തിൽ, യഥ ഉടുപ്പ എന്ന് വെച്ചാൽ ചന്ദ്രൻ, അങ്ങനെയാണ് ഉടുപ്പി എന്നുള്ള പേര് വരുന്നത്. ഉടുപ്പ എന്ന് വെച്ചാൽ, ഉടുപ്പിൻ്റെ ഇങ്ങനെ ഒരു അർത്ഥം അറിയില്ല അല്ലേ? ഉടുപ്പി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നത് റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടുപ്പ എന്ന് വെച്ചാൽ ചന്ദ്രൻ. അപ്പോൾ ഉടുപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രകുലൻ എന്നാണ് അർത്ഥം, ചന്ദ്രകുലം എന്നാണ് അർത്ഥം. അപ്പോൾ ഉടുപ്പ,
ആ ആകാശത്തിൽ എങ്ങനെയാണോ ചന്ദ്രൻ ഉള്ളത് അതുപോലെ എങ്ങനെയാണ് അപ്പോൾ ആകാശം നോക്കി അവിടെ മുകളിലൊന്നുമില്ല, അവിടെ ഫാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകാശത്തിൽ ചന്ദ്രൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആ വെട്ടം, ആ വെളിച്ചം, അതിൻ്റെ പ്രകാശം പോലെ ആണ് നിങ്ങളുടെ കുലത്തിൽ പ്രഹ്ലാദൻ്റെ പ്രകാശം. പ്രഹ്ലാദൻ്റെ യശസ് അമലേന, ഒരു അശുദ്ധിയുമില്ലാതെ പ്രകാശം. വെറുതെ അവിടെ കൊതു അടിക്കാതെ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധ മുഴുവൻ കൊതുവില്ല. അപ്പപ്പം ഇങ്ങനെ നോക്കുന്നു, അങ്ങനെ കൊതു അടിക്കുന്നു, അപ്പപ്പം കൊതു അടിക്കുന്നു. വാമന ഭഗവാൻ വന്നു പോയി, അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൊതുവിലാണ് ശ്രദ്ധ. അപ്പോൾ എന്തിനാണോ ശ്രദ്ധ അതേ കിട്ടുള്ളൂ. അവസാനം കൊതുക്. പക്ഷെ ഈ കൊതുകിനെ വലിയ വലിയ അസുരന്മാരെ കൊതുക് പോലെ ആക്കിയതാരാണ്? മഷക്കീകൃത രാക്ഷസം ഹനുമാൻ. ഹനുമാൻ വലിയ വലിയ ബ്രഹ്മാണ്ഡ രൂപമുള്ള കൊതുകിനെ പോലെ അങ്ങനെ പൗഡറാക്കി. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ല കൊതുകിനെയല്ല അന്വേഷിച്ച് നടക്കേണ്ടത്. എന്നിട്ട് കൊതുക് കുറച്ച് ചോരയൊക്കെ കുടിക്കട്ടെ, പക്ഷെ കുറവാകുന്നത് നല്ലതാണ്. ചോര ബ്ലഡ് ഡൊണേഷൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കുലത്തിൽ ആരാണ് ഇങ്ങനെ തിളങ്ങുന്നത്? പ്രഹ്ലാദൻ. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ യശസ് കൊണ്ട്. യതോ ജാതോ ഹിരണ്യാക്ഷ ചരന്നേക ഇമാം മഹിം പ്രതിവീരം ദിഗ്വിജയേ നാവിന്ദത ഗദായുധ. ഹിരണ്യാക്ഷ ഈ കുലത്തിൽ ജയിച്ചതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുവും. ഹിരണ്യാക്ഷ എന്ന് വെച്ചാൽ കണ്ണ്, ഹിരണ്യ എന്ന് വെച്ചാൽ സ്വർണം പോലെ കണ്ണുള്ള, തിളങ്ങുന്ന കണ്ണുള്ള എന്നാണ് അർത്ഥം ഹിരണ്യാക്ഷ. ഹിരൺ എന്ന് വെച്ചാൽ മാൻ, ഹിരണ്ണല്ല. ഹിരണ്യ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ സ്വർണം എന്നാണ്. ഹിരണ്യഗർഭം. അത് ഹിരൺ എന്ന് പറയുന്നത് ഹിന്ദിയിലാണ് മാൻ, സംസ്കൃതത്തിൽ അങ്ങനെയല്ല. ഹരിന എന്നാണ്, ഹരിൻ എന്ന് വേണമെങ്കിൽ പറയാം ചില സ്ഥലത്ത്. പക്ഷെ പൊതുവെ മാനിന് അതല്ല, മൃഗ എന്നുള്ള വാക്കാണ് മാനിന് ഉപയോഗിക്കുന്നത്. ഇപ്പം ഹിരണ്യാക്ഷ, ഈ കുലത്തിൽ ജനിച്ച ഹിരണ്യാക്ഷ, ആ ഹിരണ്യാക്ഷ ഈ മഹീം, ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഗദായുധ, ഗദ കയ്യിൽ കൊണ്ട് അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തിനെ ജയിക്കാൻ ഈ ലോകത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ ജയിക്കാൻ പ്രതിവീരം ആരുമുണ്ടായിരുന്നില്ല. യം വിനിർജിത്യ കൃഷ്ണേന വിഷ്ണു ക്ഷ്മോദ്ധാര ആഗതം നാത്മാനം ജൈനം മേനെ തദ്വീര്യം ഭൂരി അനുസ്മരൻ. അപ്പോൾ മഹാവിഷ്ണുവും ഈ ഹിരണ്യാക്ഷനെ, മഹാവിഷ്ണു ഇത് ഇങ്ങനെ ലോകത്തിനെ പൊക്കിയല്ലോ ഏതവതാരത്തിൽ? ഏതവതാരത്തിൽ? വരാഹാവതാരത്തിൽ. വരാഹാവതാരം. അപ്പോൾ വരാഹാവതാരത്തിൽ ഇങ്ങനെ പൊക്കിയപ്പോൾ മഹാവിഷ്ണുവും എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ഹിരണ്യാക്ഷനെ നേരിടേണ്ടി വന്നു. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട്. ഇത് പറയുന്നതും മഹാവിഷ്ണു തന്നെയാണ്, വാമനാവതാരമാണ് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് മഹാവിഷ്ണു തന്നെ ഞാൻ ജയിച്ചു എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? ആത്മാനം ജൈനം എന്ന് ഞാൻ ജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് മഹാവിഷ്ണു. കാരണം ഒരുപാട് ബുദ്ധിമുട്ടോ ഈ കളിയൊക്കെ ഉണ്ടാവില്ല, അവസാനം വരെയും കളിച്ച് ലാസ്റ്റ് പോയിന്റിൽ ജയിക്കും. അപ്പോൾ നല്ല കളിയായിരുന്നു. അങ്ങനെ ജയിച്ചു എന്ന് ഒരുപാട് ആഘോഷിക്കാൻ പറ്റില്ല, കാരണം പറ്റില്ല. അങ്ങനെ മഹാവിഷ്ണു പോലും വിചാരിക്കുന്ന അത്രയും മഹാവീരനായ മഹായോദ്ധാവായ ഹിരണ്യാക്ഷൻ ജനിച്ച കുലമാണ് നിങ്ങളുടെ. പൊതുവേ നമ്മൾ വിചാരിക്കും ഹിരണ്യാക്ഷൻ വില്ലനാണ്, ഹിരണ്യാക്ഷനെ കൊന്നു. പ്രഹ്ലാദൻ വലിയ ആള്, ഹിരണ്യകശിപ്പു വില്ലൻ, ഹിരണ്യകശിപ്പിനെ കൊല്ലുന്നു, പ്രഹ്ലാദൻ ഭക്തൻ. അപ്പോൾ പ്രഹ്ലാദനെ കുറിച്ച് മാത്രം സ്തുതിക്കുന്നു, ഭഗവാൻ ഹിരണ്യാക്ഷനെ കുറിച്ച് സ്തുതിക്കുന്നു. പിന്നെ പറയുന്നു ആ ഹിരണ്യാക്ഷനെ കൊന്നു എന്ന് അറിഞ്ഞപ്പോ ഹിരണ്യകശിപു ഭയങ്കര ദേഷ്യത്തില് വൈകുണ്ഠത്തിലേക്ക് പോയി പറഞ്ഞു, എൻ്റെ മകനാണ്
ഇത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ ഹിരണ്യാക്ഷ ഹിരണ്യകശിപ്പൊക്കെ അറിയാം? ദ്വാരപാലകൻ. ആരുടെ ദ്വാരപാലകൻ? വിഷ്ണുവിൻ്റെ ദ്വാരപാലകൻ. എന്തായിരുന്നു വിഷ്ണുവിൻ്റെ എന്തായിരുന്നു പ്രശ്നം? എന്ത്? ജയവിജയ. എന്തായിരുന്നു പ്രശ്നം? അപ്പം ലക്ഷ്മിയുമായിട്ട് എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കടത്തണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സനാതന സനന്ദന സനത് കുമാർ, അപ്പം അവർ 4 പേരാണ്. അപ്പോൾ ആ 4 ഋഷിവര്യന്മാരും നിങ്ങൾ എന്തോ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അകത്ത് കേട്ടില്ല എന്ന് ഇവർ 2 ആൾക്കാർ വെച്ചപ്പോൾ നിങ്ങൾ ഇവിടെ ജനിക്കണം എന്നായി. നിങ്ങൾ മർത്യലോകത്തിൽ പോകുന്നായി. അപ്പം പിന്നെ അവസാനം അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നമായല്ലോ എന്ന് വിഷ്ണു ഭഗവാന്റെ അടുത്ത് പോയി യാചിച്ചപ്പോൾ, ശരി നിങ്ങൾക്ക് എൻ്റെ ഭക്തനായി ജനിക്കണമെങ്കിൽ ഒരുപാട് ജന്മം 7 ജന്മം എന്തോ ജനിക്കേണ്ടി വരും, പക്ഷേ എൻ്റെ ശത്രുവാണെങ്കിൽ 3 മതി എന്നങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ശത്രുവായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞു. അതാണ് ഈ ഹിരണ്യാക്ഷ ഹിരണ്യകശിപു, പിന്നെ കുംഭകർണനും രാവണനും കുംഭകർണനും പിന്നെയും ഒന്നുണ്ട് രാവണനും ശിശുപാലനും വരന്തോ ജയദ്രഥനും ശിശുപാലനും രാവണനും കുംഭകർണനും പിന്നെ ഇവിടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും. എന്താ? ജരാസന്ധനോ എന്തോന്നു. അപ്പോൾ ഈ 2 ആൾക്കാർ ശരിക്കും ഭഗവാന്റെ ദ്വാരപാലകനായിരുന്നു. അപ്പോൾ ഈ അവർ പറഞ്ഞ അത്ര വർഷമൊന്നും അത്ര ജന്മമൊന്നും നമുക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ശത്രുവായപ്പോൾ പറയാറുണ്ട് പ്രഹ്ലാദന്റെ കാലം കൂടുതൽ ഭഗവാന്റെ നാമം സ്മരിച്ചത് ഹിരണ്യകശിപ്പുവാണ്. അപ്പോൾ ഹിരണ്യകശിപ്പു, അതുകൊണ്ട് ഹിരണ്യകശിപ്പു ആവണ്ട. ഹിരണ്യകശിപ്പു ദേഷ്യത്തോടു കൂടി പോയി എൻ്റെ സഹോദരനെ കൊന്നല്ലോ എന്ന് വൈകുണ്ഠം എവിടെയാണ്? ഭഗവാൻ വിഷ്ണുവിൻ്റെ നിവാസം, അവിടെ പോയി. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? യമനെ പോലെയാണ് പോകുന്നത്. യമൻ വരുന്ന വരവ്, യമന്റെ വരവ് പറഞ്ഞില്ലേ, കൃത അന്ത, ആരാണോ അവസാനം നിർവഹിക്കുന്നത്, അവസാനം കൊണ്ടുവരുന്നത്, അതുപോലെയാണ് പോകുന്നത്. അത്രയ്ക്കും ദേശത്തിലാണ് പോകുന്നത്. അപ്പം അങ്ങനെ മൃത്യു പോലെ പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ അത് കണ്ടിട്ട് എല്ലാവർക്കും പേടിയായി. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു, ഞാൻ എവിടേക്കാണോ പോകുന്നത് അവിടെയൊക്കെ ഇയാൾ വരുന്നു. യത അഹം തത്ര അസൗ മൃത്യു പ്രാണഭൃതാമിവ. എവിടേക്കാണോ ഞാൻ പോകുന്നത് അവിടെ ഇയാൾ മരണത്തിനെ പോലെ എന്നെ തുടർന്ന് വരുന്നു. ഇനി ഭഗവാൻ പറയുന്നു, അതഃ അഹമസ്യ ഹൃദയം പ്രവേക്ഷ്യാമി. ഇപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ എന്താവുന്നു? ഞാൻ എവിടൊക്കെ പോയാലും ഈ ഹിരണ്യകശിപ്പു എൻ്റെ പുറകെ വരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അയാളുടെ ഹൃദയത്തിലേക്ക് പോവാം. അപ്പോൾ പുറകെ വരാൻ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഹൃദയത്തിലേക്ക് പോകാം. അതഃ അഹമസ്യ ഹൃദയം പ്രവേക്ഷ്യാമി പരാഗ്ദൃശ്യ. കാരണം അവനെപ്പോഴും പുറത്താണ് നോക്കുന്നത്. കഠോപനിഷത്തിൽ പറയുന്നു, പരാങ് പശ്യത്തി ന അന്തരാത്മൻ. അകത്ത് നോക്കുന്നില്ല, പുറത്താണ് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? അകത്ത് അവൻ നോക്കില്ലല്ലോ, അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാം. അങ്ങനെ ഏവം സ നിശ്ചിത്യ ഋപോ ശരീരം ആധാവതഃ നിർവിവേശേ അസുരേന്ദ്ര. അപ്പോൾ അങ്ങനെ അസുരൻ്റെ അധിപതിയെ എന്ന് ബലീനെ നോക്കി വാമന ഭഗവാൻ പറയുന്നു. അസുരൻ്റെ നേതാവേ. മഹാവിഷ്ണു എന്ത് ചെയ്തു? മഹാവിഷ്ണു
അസുരൻ്റെ ശ്വാസം കൊണ്ട് ശ്വാസ അനില അന്തർഹിത സൂക്ഷ്മദേഹ, അതായത് നമ്മളിങ്ങനെ പറയില്ലേ, വായ ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ വായടയ്ക്കുക, അല്ലെങ്കിൽ ഈച്ച കൊതുക് പോകും. കാരണം ഈച്ച കൊതുക് പോകാനുള്ള അത്ര മതി വഴി, അതുകൊണ്ട് ഇങ്ങനെ വായ അങ്ങനെ വെച്ചാൽ വായ അടയ്ക്കെന്ന് പറയും. അപ്പം ശ്വാസത്തിലൂടെ അകത്ത് കയറാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പ്രാണിയൊക്കെ അകത്ത് പോകും. വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ? ഇങ്ങനെ പോയിട്ട് അത് വായിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരും, പുറത്ത് വരും, വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ ശ്വാസത്തിലൂടെ അകത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ശ്വാസ അനില അന്തർഹിത സൂക്ഷ്മദേഹ, അത്രയ്ക്കും സൂക്ഷ്മമായ ദേഹം ഭഗവാൻ ധാരണം ചെയ്തു. തത് പ്രാണരന്ധ്രേന വിവിഘ്ന ചേതാഹ, എന്നിട്ട് പ്രാണൻ, അതായത് ഈ വായു പോകുന്ന ഊർജം പോകുന്ന ആ വഴിയിലൂടെ അകത്ത് കയറി. ആരുടെ വഴിയിൽ കയറി? ഹിരണ്യകശിപുവിൻ്റെ വഴി. ഹിരണ്യകശിപുവിൻ്റെ വഴിയിൽ കഴിയും എന്നിപ്പോൾ ആരാ പറയുന്നത്? ഭഗവാൻ തന്നെയാണ് പറയുന്നത്. വാമനാവതാര രൂപത്തിൽ ഭഗവാൻ ആർക്കാ പറയുന്നത്? ആ ഹിരണ്യകശിപുവിൻ്റെ പാരമ്പര്യത്തിൽ വന്ന ബലിക്കാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എല്ലാ സ്ഥലത്തും തിരഞ്ഞിട്ടും, ലോകം മുഴുവൻ തിരഞ്ഞിട്ടും വിഷ്ണുവിനെ കിട്ടാതായി. കാരണം വിഷ്ണു ഇപ്പോൾ അകത്താണ്, പുറത്താണ് തിരയുന്നത്. ഇതിൽ മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? ഒരു പാട്ടുണ്ട്, പഴയ ഹിന്ദി പാട്ട്, മോക്കോ കഹാ ഡൂണ്ടേ രേ ബന്ദേ മോത്തോ തേരെ പാസ്മേ. കബീർദാസ് പാടിയതാണെന്ന് പറയുന്നത്. മോക്കോ കഹാ ഡൂണ്ടേ രേ ബന്ദേ മോത്തോ തേരെ പാസ് മേ. കേട്ടിട്ടേ ഇല്ല? എന്നെ നിങ്ങൾ എവിടെയാണ് തിരയുന്നത്? ഞാൻ നിന്റെ അടുത്താണ്. പക്ഷെ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? അതന്നെ, പുറത്ത് തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ട്, എൻ്റെ സഹോദരനെ കൊന്നോ, ഇതാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ഭഗവാൻ തന്നെ ഒന്ന് പേടിച്ചു. ദൈവമേ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇത് വളരെ മോശമായല്ലോ. ശരിയെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ചെറിയ സൂക്ഷ്മ ദേഹം ധാരണം ചെയ്ത് അങ്ങനെ കാറ്റെടുക്കുമ്പോൾ ശ്വാസകാട്ടിനകത്ത് പോയി. എന്നിട്ടിപ്പോൾ ഇദ്ദേഹം എല്ലാവരുടെയും തിരയാണ്. കിട്ടോ? കിട്ടില്ല, കാരണം അകത്താണ്, കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും തെരഞ്ഞ് സ തന്നികേതം പരിമൃശ്യ ശൂന്യം അപശ്യമാന കുപിതോ നനാദ ക്ഷ്മാം ദ്യാം ദിശ ഖം വിവരാൻ സമുദ്രാൻ വിഷ്ണും വിചിൻവൻ ന ദദർശ വീരഃ. അപ്പോൾ എല്ലാവരുടെയും തിരഞ്ഞു. എവിടെയൊക്കെ തിരഞ്ഞു? ധ്യാം, ആകാശത്തിൽ തിരഞ്ഞു. പിന്നെ ദിശ, എല്ലാ ദിക്കിലും തിരഞ്ഞു. ദിക്കിൽ തിരഞ്ഞു. പിന്നെ സമുദ്രാൻ, എല്ലാ സമുദ്രങ്ങളിലും തിരഞ്ഞു. അങ്ങനെ എല്ലാ ലോകങ്ങളിലും, 7 ലോകങ്ങളും മുകളിൽ 7 താഴെ 14 ലോകങ്ങളിലും തിരഞ്ഞു. കിട്ടുന്നില്ല, കിട്ടില്ല. കാരണം അകത്താണല്ലോ. അതാണ് ഭഗവാൻ എപ്പോഴും അകത്താ, നമ്മൾ തിരയുന്നത് പുറത്താണ്. അതുകൊണ്ട് തമിഴിൽ പറഞ്ഞു കടവുൾ, അതായത് കടക്കണം, എവിടെ? അകത്ത്. അതാണ് അതിൻ്റെ അക്ഷരാർത്ഥം. തമിഴിൽ ആ വാക്കിൻ്റെ കടവുൾ, അതായത് അകത്തേക്ക് പോകൂ എന്നാണ് അർത്ഥം. അതുതന്നെയാണ് കഠോപനിഷത്ത് പറയുന്നത്, ആവൃത്ത ചക്ഷു, അകത്തേക്ക് നോക്ക്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും തിരഞ്ഞിട്ട് കിട്ടിയില്ല. കിട്ടാത്തത് കൊണ്ട് അപശ്യന്യതി ഹോവാച്ച് മയാ അന്വിഷ്ടമിതം ജഗത് ഭ്രാതൃഹാ മേ ഗതോ നൂനം യതോ ന അവർത്തത്തെ പുമാൻ. അപ്പോ എവിടെയും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓ യതഃ ന ആവർത്തത്തെ ഗതഃ, അതായത് എവിടെ പോയാൽ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ, അവിടെ പോയിന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും അതായത് ഇയാൾ ഇല്ലാതായെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും തിരഞ്ഞ് എനിക്ക് എൻ്റെ ഭ്രാതൃഹ, എൻ്റെ സഹോദരനെ കൊന്ന ആളിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് എവിടെ പോയാലോ തിരിച്ചു വരാത്തത്, അവിടേക്ക് അയാൾ എത്തി എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഉപേക്ഷിച്ചു. അപ്പോൾ അത്തരം, അതായത് സ്വയം ഭഗവാനായ എനിക്ക് തന്നെ
എനിക്കെന്ന് പറയുന്നില്ല, സ്വയം ഭഗവാൻ മഹാവിഷ്ണുവൻ തന്നെ അത്രയ്ക്കും സൂക്ഷ്മ ശരീരം എടുക്കേണ്ടി വന്നു. അത്രയും പരാക്രമമുള്ള, അത്രയും വീരമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ് നിങ്ങൾ. മഹാബലീനെ സ്തുതിക്കുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? വൈരാനുബന്ധ ഏതാവാൻ അമൃത്യോഹോ ഇഹ ദേഹിനാം അജ്ഞാന പ്രഭവോ മന്യുഹു അഹം മാന ഉപബൃംഹിത. അപ്പോൾ അതായത് വൈര അനുബന്ധ ഏതാവാൻ, ഇവരൊക്കെ എല്ലാം നമുക്ക് ഒരാളോട് വൈരാഗ്യം, ദേഷ്യം ഉണ്ടെങ്കിൽ അതെപ്പോൾ അവസാനിക്കും? മരണത്തോടെ അവസാനിക്കും. മരിച്ചത് പോയില്ലേ? ഒരാളുടെ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചാൽ അത് പോയില്ലേ? അപ്പോൾ മരണമാണ് ജീവികളുടെ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ അവസാനം. കാരണം ഈ ദേഷ്യം എങ്ങനെയാണ് വരുന്നത്? അജ്ഞാന പ്രഭവ, അജ്ഞാനം കൊണ്ടാണ് ജനിക്കുന്നത് ദേഷ്യം. അഹം മാന ഉപബൃംഹിത, മാത്രമല്ല ഞാൻ എന്നുള്ള ഭാവം കൊണ്ടും അജ്ഞാനം കൊണ്ടും വരുന്നതാണ് ഈ ദേഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ശരീരവും ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശരീരം പോകുമ്പോൾ ഈ ദേഷ്യവും പോകുന്നു. കാരണം പിന്നെ ആ വ്യക്തിയോട് വ്യക്തിപരമായി നമുക്കൊരു ബന്ധവുമില്ലല്ലോ. ശരീരം പോകുമ്പോൾ നമ്മൾ നശിക്കുന്നില്ല, പക്ഷെ ദേഷ്യം പോകുന്നു. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്? പിതാ പ്രഹ്ലാദ പുത്രത്തെ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനാരാണ്? പ്രഹ്ലാദൻ്റെ മകനാണ് മരീചി. തദ് വിദ്വാൻ ദ്വിജവത്സല, സാധാരണ ആളല്ല, അദ്ദേഹം വിദ്വാനാണ്. വിദ്വാൻ മാത്രമല്ല, ഈ ദ്വിജന്മാരിൽ, അതായത് ഈ പൂനൂൽ ധരിക്കുന്ന വ്യക്തികളിൽ എല്ലാവരോടും ഒരുപാട് വാത്സല്യം കൊണ്ട്, ഒരുപാട് സ്നേഹം ബഹുമാനം കൊണ്ട വ്യക്തിയായിരുന്നു. ദ്വിജവത്സലഃ സ്വം ആയുഹു ദ്വിജലിംഗേഭ്യോ ദേവേഭ്യോ അദാത്സ യാചിതഃ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ദേവന്മാരൊക്കെ വേഷം ധരിച്ച് ബ്രാഹ്മണൻ പോലെ അദ്ദേഹത്തിനടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതൊക്കെ ദേവന്മാരാണെന്ന്. എങ്കിലും അദ്ദേഹം അത് കൊടുത്തു. അത്രയ്ക്കും ധർമ്മമുള്ള, അത്രയ്ക്കും പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് അങ്ങ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭവാൻ അചരിതാൻ ധർമാൻ അസ്ഥിതോ ഗൃഹമേദിഭിഹി ബ്രാഹ്മണൈഹി പൂർവജൈഹി ശൂരൈഹി അന്യൈഹി ച ഉദ്ധാമ കീർത്തിഭിഹി. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ധർമ്മത്തിൻ്റെ വഴി അനുസരിച്ച് വരുന്ന വ്യക്തിയാണ് നിങ്ങളും. അതുകൊണ്ട് ഈ ശുക്രാചാര്യൻ പോലെയുള്ള ഈ ഋഷിവര്യന്മാരൊക്കെ എല്ലാം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ പൂർവപുരുഷന്മാർ, പൂർവജൈഹി, അവരൊക്കെ എല്ലാവരും, പൂർവജന്മാരൊക്കെ എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ആ ഒരു പരാക്രമമുള്ള കുടുംബമാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ വന്നതുകൊണ്ട് നിങ്ങളുടെ കുലം വളരെ പവിത്രമായി, അതൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കുലം വളരെ പവിത്രമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അഹോ അപ്പോൾ തസ്മാത് ത്വത്തോ മഹീമീഷദ് വൃണേഹം വരദർശപാദ് പദാനി ത്രീനി ദൈത്യേന്ദ്ര സംമിതാനി പദാമമ. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ വലിയൊരു കുലത്തിൻ്റെ വ്യക്തിയാണ്. നിങ്ങൾ ഈ സാധാരണ ആളൊന്നുമല്ല, മനസ്സിലായില്ലേ? സ്തുതിച്ചത് ഒരാളുടെ അടുത്ത് ഡൊണേഷൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എത്ര വലിയ ആളാണ്. ഇതിനു മുമ്പും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടി കൊടുക്കൂ എന്നാണ്. അങ്ങനെയല്ല, നിങ്ങളല്ലാതെ, അത് ശരിയാണ്, അതില്ലാതെ നടക്കില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതണം. നിങ്ങളില്ലാതെ ഒന്നും നടക്കില്ല, ഇതാണ്. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ ഇത്രയും വലിയ കൊല്ലത്തിലുള്ള ഒരു വ്യക്തിയാണ്, സാധാരണ വ്യക്തിയാണോ?
ഒരിക്കലല്ല. തസ്മാത്, അതിനാൽ. അതാണ് ആദ്യം തന്നെ മഹാബലി പറഞ്ഞു. വന്നത് വെറുതെ അല്ല എന്ന് എനിക്കറിയാം, എന്തോ ഒരു കാര്യമുണ്ട്, അതെനിക്ക് മനസ്സിലായി, അത് പറഞ്ഞോളൂ എന്ന്. തസ്മാത് ത്വത്തോ മഹീമ ഈഷദ് വൃണേഹം വരദർഷഭ. നിങ്ങളുടെ ഈ വരം കൊടുക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ ഒരുപാട് പ്രശസ്തനാണ്. അതായത് ദാനം കൊടുക്കുന്നതിൽ താങ്കൾ വളരെ പ്രശസ്തനാണ്. അതുകൊണ്ട് ത്രീണി പദാനി, എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ 3 കാലിൻ്റെ സ്ഥലം, മമ പദ സംമിതാനി, അത് മാത്രം എനിക്ക് മതി. എൻ്റെ 3 അടി അത് തന്നാൽ മതി. ന അന്യത്തെ കാമയേ രാജൻ, എനിക്ക് വേറെ ഒന്നും വേണ്ട രാജാവേ, രാജാവാണല്ലോ. വദാനി യാ ജഗതീശ്വരാത്, എനിക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ജഗത്തിൻ്റെ ഈശ്വരനാണ്, 3 ലോകത്തിൻ്റെയും ഈശ്വരനാണ്. നൈന പ്രാപ്നോതി വൈവിധ്യാൻ യാവത് അർത്ഥ പ്രതിഗ്രഹ. കാരണം എന്തറിയോ, ഏതൊരാളും, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആളും വിദ്വാനൊക്കെ എന്താണോ ആവശ്യം അത് മാത്രം സ്വീകരിച്ചതുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല. ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, അത് ചെയ്യുന്നതുകൊണ്ട് ഒന്നും തെറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മമ പദ, എൻ്റെ കാലുകൊണ്ട് അളർന്ന 3 പടി നിലം മതി, അത് മതി. ചെറുതായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വലുതായിട്ടൊന്നും വേണ്ട. അപ്പോൾ ബലി പറയുന്നു, അഹോ ബ്രാഹ്മണദായാത് വാചഃ തേ വൃദ്ധസമ്മതാഃ ത്വം ബാലോ ബാലിശമതിഃ സ്വാർത്ഥം പ്രത്യബുധോ യഥ. പറഞ്ഞ അഹോ ബ്രാഹ്മണ തേ വാചഃ, ഓ ബ്രാഹ്മണനെ, നിങ്ങളുടെ വാക്കുകളൊക്കെ വൃദ്ധസമ്മതാഃ, നിങ്ങളുടെ വാക്കുകളൊക്കെ വളരെയധികം പാണ്ഡിത്യമുള്ള, വളരെയധികം അനുഭവമുള്ള. ഈ വൃദ്ധ എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. വയോവൃദ്ധ എന്ന് വെച്ചാൽ വയസ്സുകൊണ്ട് കൂടുതൽ വയസ്സുള്ള എന്നാണ് അർത്ഥം. അത് ഏറ്റവും അവസാനമാണ്. ആദ്യം ഏറ്റവും കൂടുതൽ ആത്മീയ അനുഭവമുള്ള വൃദ്ധൻ, അതാണ് ഏറ്റവും കൂടുതൽ. അവരിനെയാണ് ഈ നമ്മുടെ ഭരണഘടനയിൽ ഓർഡർ ഓഫ് പ്രിഫറൻസ് എന്നൊരു സംഭവമുണ്ട്. ഒരു വേദിയിലോ ഒരു സഭയിലോ ആൾക്കാർ വന്നാൽ ആർക്കാണ് ആദ്യം ബഹുമാനം അല്ലെങ്കിൽ സ്വീകരണം നൽകേണ്ടതെന്ന്. ഒരു സദസ്സിൽ പ്രസിഡന്റ് ഇരിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി ഇരിക്കുന്നു. അപ്പോൾ ആർക്കാണ് ആദ്യം? പ്രസിഡന്റിനാണ് നൽകുക. ഏത് സദസ്സിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റിനാണ് ആദ്യം, പിന്നീടാണ് ബാക്കി എല്ലാവരും. അപ്പോൾ അങ്ങനെ വയസ്സിലുമുണ്ട്. ആത്മീയ അനുഭവം കൂടുതലുള്ള വ്യക്തിയാണ് ആദ്യം. അത് ജ്ഞാനവൃദ്ധം, പക്ഷെ വിജ്ഞാനവൃദ്ധം അനുഭവം കൊണ്ട്. പിന്നെ ഈ ജ്ഞാനം കൂടുതലുള്ള വ്യക്തിനെയാണ് ആചരിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരിനെയാണ്? അത് കഴിഞ്ഞിട്ട് ലോകബലം, അതായത് സ്വാധീനം കൂടുതലുള്ള, അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയപരമായി കൂടുതലായിരിക്കുന്ന വൃദ്ധനായിരിക്കുന്ന, അത് കഴിഞ്ഞിട്ട് ബലത്താൽ, കായിക ബലത്താൽ വൃദ്ധനായിരിക്കുന്ന, അതായത് കൂടുതലുള്ള, അത് കഴിഞ്ഞിട്ട് ധനം കൊണ്ട് വൃദ്ധനായിരിക്കുന്ന, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഈ പ്രായം കൊണ്ട് വൃദ്ധനായിരിക്കുന്നത്. അപ്പോൾ പ്രായം കൂടുതലായിട്ട് ഒന്നും കാര്യമൊന്നുമില്ല, അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ പക്ഷേ താങ്കൾ പറയുന്ന വാക്കുകളൊക്കെ എങ്ങനെയാണ്? വൃദ്ധസമ്മതാഹ. താങ്കൾ പറയുന്ന വാക്കൊക്കെ വലിയ ആൾക്കാർ പോലും സ്വീകരിക്കുന്നു, മാത്രമല്ല അവരിതിനെ വളരെയധികം പ്രശംസിക്കും. അങ്ങനത്തെ വാക്കാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ബാലിശമതി, നിങ്ങൾക്ക് ഒരു ചെറിയ കുട്ടിയുടെ മനസ്സേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് അത്ര ഒരു പക്വത വന്നിട്ടില്ല.
എന്തുകൊണ്ട്? സ്വാർത്ഥം പ്രത്യബുധോ, നിങ്ങൾക്ക് എന്താണോ നല്ലതെന്നുള്ളത് അറിയുന്നില്ല, അതുകൊണ്ടാണ്. കാരണം മാം വചോഭിഹി സമാരാധ്യ ലോകാനാം ഏകമീശ്വരം പദത്രയം വൃണീതേ യഹ അബുദ്ധിമാൻ ദീപദാശുമം ശുഷം. അതായത് ഞാൻ ഈ 3 ലോകങ്ങളുടെയും അധിപതിയാണ്. ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ദ്വീപം കൊടുക്കാനുള്ള, ഒരു ദ്വീപം നിങ്ങൾക്ക് ദാനമായി കൊടുക്കാനുള്ള കഴിവ് എൻ്റെ അടുത്തുണ്ട്. ഒരു ദ്വീപം ചോദിച്ചാൽ തന്നെ കൊടുക്കും. ഏഷ്യ എടുത്തോ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കും. ഒരു ഭൂഖണ്ഡം തന്നെ കൊടുക്കും. പക്ഷേ എൻ്റെ അടുത്ത് നിങ്ങൾ ആദ്യം വന്ന് സമാരാധ്യ വചോഭിഹി, വാക്കുകളിലൂടെ എന്നെ ആരാധിച്ച്, എന്നിട്ട് അവസാനം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും വലിയ സാമ്രാജ്യം, 3 ലോകത്തിൻ്റെയും അധിപതിയായ എന്നെ ആരാധിച്ച് കഴിഞ്ഞിട്ട് ഒരു ദ്വീപം തന്നെ കൊടുക്കാൻ, ദ്വീപമൊന്നുമല്ല 3 ലോകമല്ലേ, അപ്പോൾ അത് ഒരു ദ്വീപ് തന്നെ കൊടുക്കാനുള്ള എനിക്ക് കരുത്തുള്ള എന്നെ ആരാധിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്? ന പുമാൻ മാം ഉപവ്രജ്യ ഭൂയോ യാചിത്തും അർഹത്തി തസ്മാത് വൃത്തിക്കറിയും ഭൂമിയും വട്ടോ കാമം പ്രത്യക്ഷമേ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇത്രയും പദത്രയം വൃണീത്തെ, നിങ്ങളുടെ 3 അടി തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അബുദ്ധിമാൻ, ഇതൊരു വിഡ്ഢിയുടെ ലക്ഷണമാണ്. ഇത് വിഡ്ഢിത്തായിപ്പോയി. 3 അടി മാത്രം ചോദിക്കുന്നു, ഇത് വിഡ്ഢിത്താണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുക. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഭൂയഹ, വീണ്ടും ഞാൻ നിങ്ങൾക്കൊന്ന് പറയാം. പക്ഷെ ഇവിടെ ന പുമാൻ മാം ഉപവ്രജ്യ, എൻ്റെ ഒരു നയമുണ്ട്, എനിക്കൊരു പോളിസി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഭൂയോ ന ആചിത്തും അർഹത്തി, ആ വ്യക്തി പിന്നെ വേറെ ആരടുത്തും പോയി ഒന്നും യാചിക്കരുത്. എൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ പിന്നെ ഇവിടുന്ന് മടങ്ങിപ്പോയാൽ പിന്നെ വേറെ ആരടുത്തും ഒന്നും ചോദിക്കരുത്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തസ്മാത്, അതിനാൽ വൃത്തിക്കറിയും ഭൂമിയും വട്ടോ കാമം പ്രതീക്ഷമേ. വൃത്തിക്കറിയും, അതായത് നിങ്ങളുടെ ജീവിതം നടത്തിക്കൊണ്ടു പോകാനുള്ള രീതിയിലുള്ള ഭൂമി, ബ്രഹ്മചാരി നിങ്ങൾ ആവശ്യപ്പെടും. കാരണം നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിപ്പോൾ ഒരു വിഡ്ഢിയ ബുദ്ധിമാൻ ഒരു വിഡ്ഢി ആവശ്യപ്പെടുന്ന പോലെയാണ്. അതല്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ നിങ്ങളിവിടെ ചോദിച്ചു, പിന്നെയും പല ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, അതെനിക്ക് ഒരു അപമാനം കൂടിയാണ്. അത് പറയുന്നില്ല, പക്ഷെ അത് മനസ്സിലാക്കണം. ഞാൻ മഹാബലിൻ്റെ അടുത്ത് പോയി, അവർ തന്നു, കുറച്ച് തന്നു. ബലി ഇത്രേ തന്നുള്ളൂ, അയ്യേ. അപ്പോൾ അതെനിക്ക് വളരെ മോശമാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ വേറെ ആരെടുത്തും അവർ ഇനി ചോദിക്കരുത്. അതുപോലെയാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ നല്ലോണം നടത്തിക്കൊണ്ട് പോകാൻ തക്കവണ്ണം ഭൂമി ആവശ്യപ്പെടൂ. അപ്പോൾ ഭഗവാൻ പറയുന്നു, യാവന്തോ വിഷയാഹ പ്രേഷ്ടാഹ ത്രിലോക്യാം അജിതേന്ദ്രിയം ന ശക്നുവന്തി തേ സർവേ പ്രതിപൂരയത്തും നിപ. അജിതേന്ദ്രിയം, അതായത് ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ 3 ലോകത്തിലും എന്തൊക്കെയാണോ ലോഭനീയമായ വസ്തുക്കൾ ഉള്ളത് അതൊക്കെ എല്ലാം കൊടുത്താലും ആ വ്യക്തിന് ഒരിക്കലും ആഗ്രഹങ്ങൾ തീരില്ല. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക്, ജയിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ലോകത്തിൽ 3 ലോകങ്ങളിലും ഉള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താലും ആ വ്യക്തിക്ക് പ്രേഷ്ഠ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുത്താലും വിഷയാഹ, ആ വ്യക്തിക്ക് അത് മതിയാവില്ല. അതുകൊണ്ട് ത്രിഭീക്രമൈ അസന്തുഷ്ടോ ദ്വീപേനാപി ന പൂര്യത്തെ നവവർഷ സമയത്തേന സപ്തദ്വീപ വരേച്ഛയ. അതുകൊണ്ട് ത്രിഭിഹി
3 അടി കൊണ്ട് അസന്തുഷ്ട, സന്തുഷ്ടനാകാത്ത ഒരു വ്യക്തിക്ക് ദ്വീപേന അപിന പൂരയത്തെ, ആ വ്യക്തിക്ക് ഈ ദ്വീപം, അതായത് ഈ മൊത്തം ഭൂമി, ജംബൂ ദ്വീപം എന്ന് പറയും, ഈ മൊത്തം ഭൂമി കൊടുത്താലും അദ്ദേഹത്തിന് മതിയാവില്ല, അദ്ദേഹത്തിന് മതിയാവില്ല. നവവർഷ സമയത്തേന സപ്തദ്വീപ വരേച്ഛയ. അപ്പോൾ ഈ 3 മൊത്തം ഭൂമി കൊടുത്താലും ഒരു ഭൂഖണ്ഡം കൊടുത്താലും മതിയാവില്ല, ഏഷ്യ കൊടുത്താലും മതിയാവില്ല. പക്ഷേ ആ വ്യക്തി എന്താണ്? നവവർഷ സമയത്തേന സപ്തദ്വീപ വരേച്ഛയ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ എല്ലാ ദ്വീപങ്ങളും എല്ലാ സമുദ്രവും എല്ലാം ആഗ്രഹിക്കും, എല്ലാം വേണമെന്ന് പറയും. ഒരു ചെറിയ ഭൂഖണ്ഡം കൊടുത്താലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടാവില്ല. ആർക്ക്? ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത ഒരു വ്യക്തിക്ക്. അതുകൊണ്ട് സപ്തദ്വീപ അധിപതയോ നൃപ വൈന്യ ഗയാദയ അതഹി കാമൈ ഗതാ ന അന്തം തൃഷ്ണായ ഇതി ന ശ്രുതം. അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നാമൊക്കെല്ലാം എന്താണ് കേട്ടിരിക്കുന്നത്? അതായത് പൃഥു എന്ന് ഒരു രാജ ഉണ്ടായിരുന്നു. പൃഥു രാജ ആരാണ്? പൃഥു രാജ ആരാണ്? പൃഥ ആരാണ്? കുന്തിയുടെ അച്ഛനാണ് പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിരാജ എന്നുണ്ടായിരുന്നു, ഗയ എന്ന രാജ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എല്ലാം തന്നെ 7 ദ്വീപങ്ങളുടെയും അധിപതിയായിരുന്നു. പക്ഷേ അവർക്ക് ഒരിക്കലും എത്ര ഉണ്ടായിട്ടും അവർക്ക് ഈ യശസ്സും അതുപോലെ തന്നെ സമ്പത്തും അതുപോലെ തന്നെ സ്വാധീനവും അതുപോലെ ശക്തിയും എല്ലാം ഉണ്ടായിട്ടും അവർക്ക് അതുകൊണ്ട് മതിയായില്ല. ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടല്ലോ. യദൃച്ഛയോപപന്നേന സന്തുഷ്ടോ വർത്തത്തെ സുഖം ന അസന്തുഷ്ട ത്രിഭിർലോകൈഹി അജിതാത്മ ഉപസാദിതൈഹി. അതായത് എന്താണോ നേരെ കിട്ടുന്നത്, ഭഗവത്ഗീതയിൽ പറയും യദൃച്ഛാ ലാഭസന്തുഷ്ടോ, അതിൽ തന്നെ സന്തുഷ്ടരായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എപ്പോഴും എന്ത് കിട്ടിയാലും സന്തുഷ്ടനായിരിക്കും. പക്ഷെ ഒരു വ്യക്തി മനസ്സിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തി, ആ വ്യക്തി അജിതാത്മ, ആത്മ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ്, ആ വ്യക്തിക്ക് ത്രിബീർ ലോകൈഹി 3 ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയാലും സന്തോഷമുണ്ടാവില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ഈ സംസാരത്തിൽ ഇങ്ങനെ വീണ്ടും ജനിച്ചു വീണ്ടും മരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് ആ വ്യക്തിയുടെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാമനാദികളാണ്, ഇങ്ങനെ ആഗ്രഹങ്ങളാണ് ആ വ്യക്തി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യദൃച്ഛാ ലാഭതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധത്തെ. അപ്പോൾ ആരാണോ എന്താണോ വരുന്നത് അതിലിങ്ങനെ സന്തുഷ്ടനായിരിക്കുന്നത്, ആ വ്യക്തിയുടെ തത് പ്രശാമ്യത്യ സന്തോഷാത് അദംബസേവാസു സുഷുക്ഷണിഹി. അതായത് ആ വ്യക്തിയുടെ എന്ത് കിട്ടിയാലും സന്തുഷ്ടനായിരിക്കുന്ന വ്യക്തിയുടെ ആത്മീയ ജീവിതം പുരോഗമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആർക്കാണോ അസന്തോഷാത്, ആർക്കാണോ എപ്പോഴും സന്തോഷമില്ലാത്തത്, എപ്പോഴും എല്ലാ കാര്യത്തിലും ദുഃഖമായിരിക്കുന്നത്, ഇനിയും വേണം എന്ന്, ആ വ്യക്തി എങ്ങനെയാണോ വെള്ളം കൊണ്ട് അഗ്നിയെ നമുക്ക് കെടുക്കാൻ പറ്റുന്നത് അതുപോലെ ആകും. അപ്പം അങ്ങനെ പറഞ്ഞ് തസ്മാത് 3 പദാനി ഏവ വൃണേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 3 ഇത് മാത്രം തന്നാൽ മതി, എനിക്ക് 3 അടി മാത്രം, എൻ്റെ അടി മമ പദാഹ, അത് തന്നാൽ മതി. അപ്പോൾ ഇത് കേട്ടപ്പോൾ മഹാബലി എന്ത് ചെയ്തു? മഹാബലി ചിരിക്കാൻ തുടങ്ങി.
മഹാബലി ചിരിക്കാൻ തുടങ്ങി. സ ഹസന്നാഹ വാഞ്ചാത്ത പ്രതിഗൃഹ്യതാം. അപ്പോൾ വാമനായ മഹീം ദാത്തും ജഗ്രാഹ ജലഭാജനം. അപ്പോൾ മഹാബലി പറഞ്ഞു, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണോ അത്, നീ എന്താണോ ചോദിച്ചത് അത് എടുത്തോളൂ എന്ന്. എന്നിട്ട് ആ കമണ്ടലു അത് ഇങ്ങനെ എന്തെങ്കിലും ദാനം കൊടുക്കുന്ന മുമ്പ് വെള്ളം ഒഴിച്ച് ദാനം കൊടുക്കണം, അതാണ് രീതി. അപ്പോൾ അത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കമണ്ടലൂനെ എടുത്തു. അപ്പം അങ്ങനെ എടുത്തപ്പോൾ വിഷ്ണവേക്ഷ്മാം പ്രദാസ്യന്തം ഉഷണാ അസുരേശ്വരം ജാനൻ ചികീർഷിതം വിഷ്ണോഹോ ശിഷ്യം പ്രാഹ വിദാംവരഃ. ഈ വിദാംവരഃ അതായത് അറിവുള്ള ആൾക്കാരിൽ ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? ശുക്രാചാര്യൻ. അപ്പോൾ ശുക്രാചാര്യൻ എന്തായി? ശിഷ്യം പ്രാഹ, ശിഷ്യനോട് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? വിഷ്ണവേക്ഷ്മാം ഉഷണ അസുരേശ്വരം. ഈ അസുരന്റെ ഈശ്വരനായ മഹാബലി വിഷ്ണുവിന് ഇത് കൊടുക്കാൻ പോകുന്നു, പെട്ടെന്ന് ദാനം നൽകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ, വിഷ്ണുവിൻ്റെ എന്താണ് പ്ലാൻ എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യദേവൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ഇത് മനസ്സിലാക്കി. കാരണം അറിവുള്ള ആൾക്കാരിൽ ഏറ്റവും വലിയ വ്യക്തിയാണ് ശുക്രാചാര്യൻ. അപ്പോൾ അത് പറയുന്നു, എന്ത് പറഞ്ഞു? ഏഷ വൈരോചനെ സാക്ഷാത് ഭഗവാൻ വിഷ്ണു അവ്യയ. പറഞ്ഞു ഈ വൈരോചന എന്ന് വെച്ചാൽ വിരോചനന്റെ മകൻ, ഇത് സാക്ഷാത് ഭഗവാൻ വിഷ്ണുവാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ ഒരു ബ്രഹ്മചാരി ഒന്നല്ല, പൊക്കം കുറഞ്ഞ ബ്രഹ്മചാരി എന്ന് വിചാരിച്ചു, ഒരിക്കലും അല്ല. സാക്ഷാത് മഹാവിഷ്ണുവാണ്, ഇത് സാക്ഷാത് മഹാവിഷ്ണുവാണ്. കശ്യപ ആദിതേ ജാതോ, കശ്യപ മുനീന്റെയും അതിഥിന്റെയും, കശ്യപാദ് അതിഥേ ജാതോ ദേവാനാം കാര്യസാധക. കശ്യപ മുനിന്റെയും അതിഥി ദേവിയുടെയും മകനായി ജനിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ദേവാനാം കാര്യസാധക, ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്, പ്രതിശ്രുതം ത്വയൈ തസ്മൈ യദനർത്ഥം അജാനത. ഒന്നും അറിയാതെ നീ എന്താ ചെയ്യുന്നത്? അവർ ചോദിച്ചത് അങ്ങനെ കൊടുക്കാൻ നീ പോന്നു. ന സാധു മന്യേ ദൈത്യാനാം മഹാൻ ഉപഗത അനയഃ. നീ ഇവരിനെ ഒരിക്കലും നിർദോഷരായിട്ട്, അതായത് തെറ്റായിട്ട് അല്ലാതെ ആൾക്കാരെ വിചാരിക്കാൻ പാടില്ല. മാത്രമല്ല മന്യേസ് ന സാധു, ഇത് എനിക്ക് ശരിയായി തോന്നുന്നില്ല. ഇവിടെ വലിയൊരു അപകടമാണ്. മഹാൻ ഉപഗത, ഇവിടെ വലിയ അപകടമാണ്. ദൈത്യാനാം, അതായത് ദിതിൻ്റെ കുട്ടികളാണ് ദൈത്യർ, അസുരർ. അതിഥീൻ്റെ കുട്ടികളാണ് ദേവന്മാർ. അപ്പോൾ ഇവിടെ ഈ അസുരന്മാർക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പെട്ടെന്നൊന്നും ഈ 3 അടി അവർ ചോദിച്ചതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഏഷത്തെ സ്ഥാനം ഐശ്വര്യം ശ്രിയം തേജോ യശശ്രുതം ദാസ്യതി ആച്ഛിദ്യ ശക്രായ മായാ മാണവകോ ഹരി. ഈ വന്നിരിക്കുന്ന വ്യക്തി സാധാരണ വ്യക്തിയല്ല, മായാ മാനക, യോഗമായ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഹരി ഭഗവാൻ വിഷ്ണുവാണ്. അപ്പോൾ ഈ പറഞ്ഞ കുറച്ചെന്തോ കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങളുടെ സ്ഥലം പോകും, നിങ്ങളുടെ ഐശ്വര്യം പോകും, നിങ്ങളുടെ യശസ് പോകും, നിങ്ങളുടെ തേജസ് പോകും, നിങ്ങളുടെ എന്തൊക്കെയാണോ എല്ലാം കീർത്തി എല്ലാം പോകും. എല്ലാമാണ് നിങ്ങളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ത്രിഭിഹി ക്രമൈഹി ഇമാം ലോകാൻ വിശ്വകായ ക്രമിഷ്യത്തി.
ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നില്ലേ, ഈ പൊക്കം കുറഞ്ഞ ബ്രഹ്മചാരി, പ്രായവുമില്ല പൊക്കവുമില്ല, പ്രായവുമില്ല പൊക്കവുമില്ല. പക്ഷേ ഈ ബ്രഹ്മചാരിനെ കൊണ്ട് വിശ്വകായ, വിശ്വരൂപം എടുക്കാൻ പറ്റും. ഈ പ്രപഞ്ചം തന്നെ മൊത്തം വ്യാപിച്ചിരിക്കാൻ പറ്റും. സർവസ്വം വിഷ്ണവേ ദത്വ മൂഢവർത്തിഷ്യസേ കഥം. അതുകൊണ്ട് 3 അടി, ത്രിഭിഹി ക്രമൈഹി, 3 അടി കൊണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ വിശ്വത്തിനെ തന്നെ വ്യാപിച്ചിരിക്കാൻ പറ്റും. അങ്ങനെയാണ്, അങ്ങനത്തെ വ്യക്തിയാണ്. ഈ ലോകത്തിന് തന്നെ, പ്രപഞ്ചത്തിനെ തന്നെ അളക്കാൻ പറ്റും. അങ്ങനത്തെ വ്യക്തിയാണ്. സർവസ്വം വിഷ്ണവേ ദത്വ മൂഢ കഥം വർത്തിഷ്യസേ. അപ്പോൾ നീ ഒരു വിഡ്ഢി പോലെ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്, എല്ലാം വിഷ്ണുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്? എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ക്രമത്തോ ഗാം പദൈകേന ദ്വിതീയേന ദിവം വിഭോ ഖം ച കായേന മഹത താതീര്യസ്യ കുതോഗതി. ഇയാളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം. പദ ഏകേന, ഒരു കാല് കൊണ്ട്, ഒരു അടി കൊണ്ട് ഇദ്ദേഹം ഈ ഭൂമി മൊത്തം അളക്കും. ദ്വിതീയേന ദിവം വിഭോ, 2ാമത്തെ അടി കൊണ്ട് ഇദ്ദേഹം സ്വർഗലോകം മുഴുവൻ അളക്കും. ഖംച കായന മഹത, നടുക്കുള്ള ഈ ഇതില്ലേ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, അതിനെ ഇദ്ദേഹം ശരീരം കൊണ്ട് അളക്കും. ശരീരം അവിടെ നിൽക്കല്ലോ. അപ്പോൾ ഭൂമിനെ അളക്കണമെങ്കിൽ, കാല് വെക്കണമെങ്കിൽ നിൽക്കണ്ടേ? അപ്പം നിൽക്കുന്നത് മൊത്തം ഇത് നടുക്കുള്ള സ്ഥലം പോയി. പിന്നെ ഒരടി കൊണ്ട് ഭൂമി പോയി, 1 കൊണ്ട് ദേവലോകം പോയി. ഇങ്ങനെയാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീര്യസ്യ കുത്തോകത്തി, 3ാമത്തെ അടീന് എവിടെ സ്ഥലം ഉണ്ടാവില്ല. അത് നീ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. നിഷ്ഠാം തേ നരകേ മന്യേ ഹി അപ്രദാതു പ്രതിശ്രുതം പ്രതിശ്രുതസ്യ യഹ അനീശഃ പ്രതിപാദയിതും ഭവാൻ. അതുകൊണ്ട് എന്താവും? നിനക്ക് അപ്രദാതു പ്രതിശ്രുതം, നീ പറഞ്ഞത് നിനക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താവും? അതുകൊണ്ടുള്ള ഫലം അനുഭവിക്കേണ്ടി വരും. അതെന്താണ്? നരകേ നിഷ്ഠ, അതായത് നരകത്തിലേക്ക് പോകേണ്ടി വരും. കാരണം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനുള്ള ഫലം നീ അനുഭവിക്കേണ്ടി വരും. ന തദ്ദാനം പ്രശംസന്തി യേന വൃത്തി വിപദ്യത്തെ ദാനം യജ്ഞ തപ കർമ്മ ലോകേ വൃത്തിമതോ യതഃ. ഒരു ദാനം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ, അതിന് പുറകെ നോക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ഇവിടെയൊക്കെ നോക്കാം, ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ദാനം കൊണ്ട് ചീത്തയാകുന്നെങ്കിൽ, അതായത് ദാനം ചെയ്യുന്നത് കൊണ്ട്, അതായത് ഒരു വ്യക്തിക്ക് എത്രയാണോ വേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് ദാനം ചെയ്യേണ്ടത്, അല്ലേ? അതിനേക്കാളും കൂടുതൽ ചെയ്തെങ്കിൽ അത് ന പ്രശംസന്തി, അത് പ്രശംസനീയമല്ല. ഈ ദാനം, യജ്ഞം, അതുപോലെ തന്നെ കർമ്മം, തപസ് എല്ലാം അവനവന് സാധിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ശുക്രാചാര്യദേവൻ പറയുന്നതാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ വലിയതായിട്ട് ആർഭാടം കൊണ്ട് ഇങ്ങനെ പോയി ചെയ്യുന്നത് തെറ്റാണ്. ധർമായ യശസേർത്ഥായ കാമായ സ്വജനായ ച പഞ്ചദാ വിഭജൻ വിത്തം ഇഹ അമുത്രച്ച മോദത്തെ. അതുകൊണ്ട് ഒരു വ്യക്തി ആരാണ്? ഈ ലോകത്തിലും അടുത്ത ലോകത്തിലും സന്തോഷമായിരിക്കുന്ന വ്യക്തി ആരാണ്? തൻ്റെ സമ്പത്തിനെ വിത്തം പഞ്ചദാ വിഭജൻ 5 ഭാഗങ്ങളായിട്ട് വിഭാഗം ചെയ്യുന്ന വ്യക്തി. എന്തിന്? ധർമായ, അതായത് മറ്റുള്ള ആൾക്കാരിന് സഹായിക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ കർത്തവ്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യശസ്സെ, അവൻ്റെ യശസ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ കാമായ, അവന് ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധിക്കാനും
ഒരു വ്യക്തിയുടെ ധനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും, അർത്ഥായ ഒരു വ്യക്തിയുടെ ധനം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ സ്വജനായച്ച പിന്നെ കുടുംബാംഗങ്ങൾക്കും, പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും. അങ്ങനെ 5 ഭാഗങ്ങളായിട്ട് നല്ലോണം ആരാണോ ഇതിനെ പിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ സ്വത്തിനെ, ആ വ്യക്തിയാണ് ഈ ലോകത്തിലും പിന്നെ അടുത്ത ലോകത്തിലും സുഖമായി ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്രാപി ബർഹവൃച്ചൈർ ഗീതം ശൃണു മേ അസുര സത്തമ സത്യമ ഓമിതി യത് പ്രോക്തം യന്നേ ഇത്യാഹ് നൃതം ഹി യത്. എൻ്റെ അടുത്ത് ഞാൻ പല വേദവാക്കുകളിൽ നിന്ന് പഠിച്ചത് അത് നിങ്ങളൊന്ന് കേൾക്കൂ. എന്തിനെയാണോ സത്യം എന്ന് പറഞ്ഞ് ആൾക്കാർ സ്വീകരിക്കുന്നത്, ഓമിതി യത് പ്രോക്തം, ശരിയാണ് എന്ന് എന്തിനെയാണോ ആൾക്കാർ സ്വീകരിക്കുന്നത് അതാണ് സത്യം. എന്തിനെ യത് ന ഇതി ആഹ അനൃതം ഹി തത്, എന്തിനെയാണോ അങ്ങനെയില്ല എന്ന് പറയുന്നത് അതാണ് നുണ. അപ്പോൾ എന്തിനെ ആൾക്കാർ സ്വീകരിക്കുന്നു അതാണ് സത്യം, എന്തിനെ ഇല്ല എന്ന് പറയുന്നു അതാണ് നുണ. മനസ്സിലായില്ലേ? സത്യം പുഷ്പഫലം വിദ്യാത് ആത്മവൃക്ഷസ്യ ഗീയത്തെ വൃക്ഷേ അജീവതി തന്ന സ്യാത് അനൃതം മൂലമാത്മനഃ. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഫലവും അല്ലെങ്കിൽ പുഷ്പവും ഫലവും എന്താണ്? സത്യമാണ്. ഒരു വൃക്ഷം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അതിന് പുഷ്പവും ഫലവും നൽകാൻ കഴിയുള്ളൂ, മരിച്ചു കഴിഞ്ഞിട്ട് പറ്റില്ല. യത് തദ് യഥാ വൃക്ഷ ഉന്മൂലഃ, ആ ഒരു വൃക്ഷത്തിനെ നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ശുഷ്യതി, അത് ചീഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നു. ഉദ്വർത്തത്തെ അചിരാത്, പിന്നെ അതുപോലെ തന്നെ അത് മരിക്കുന്നു. ഏവം നഷ്ടാനൃത സദ്യ ആത്മാ ശുഷ്യേത് ന സംശയ. അതുപോലെ തന്നെ ഒരു വ്യക്തി നുണ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തി പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു, മരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നുണ പറയാൻ പാടില്ല. നുണയിനെ ആശ്രയിച്ച്, അസത്യത്തിനെ ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. നുണ പറയാൻ പാടില്ല. പരാഗൃക്തം അപൂർണം വാ അക്ഷരം യത് തദോമിതി യത് കിഞ്ചിത് ഓമിതി ബ്രൂയാത് തേന രിച്യേത വൈപുമാൻ. അപ്പം അതുകൊണ്ട് ഈ ഓം എന്ന് എന്തിനാ പറയുന്നത് വെച്ചാൽ, അന്നൊക്കെ ഒരു ദാനം ചെയ്യുമ്പോൾ ഓം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓം എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അതായത് എൻ്റെ സമ്പത്ത് എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ അത്രയ്ക്ക് എൻ്റെ സമ്പത്ത് കുറവാകുന്നു, ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ സമ്പത്ത് കുറവാകുന്നു. പക്ഷേ ഒരു വ്യക്തി ഇങ്ങനെ ഓം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ കുറച്ച് സമ്പത്ത് മാത്രം കൊടുത്താൽ ആ വ്യക്തിയുടെ എല്ലാം ഒന്നും പോകുന്നില്ല. ഇപ്പോൾ ബാക്കി എന്താണോ ഉള്ളത് അത് വെച്ച് അയാൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു വ്യക്തി ഒരാൾക്ക് ഈ ബ്ലാങ്ക് ചെക്ക് എഴുതി തരുന്ന പോലെ മൊത്തം കൊടുത്താൽ അപ്പോൾ പിന്നെ അയാൾക്ക് എങ്ങനെ ജീവിക്കും? ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഇത് തീർന്നു പോവും. ഭിക്ഷവേ സർവം ഓംകുർവത് അലം കാമേന ചാത്മനെ. അതുകൊണ്ട് നിങ്ങൾ എത്രയാണോ കൊടുക്കേണ്ടത് അത്രമാത്രം കൊടുക്കൂ. എല്ലാം കൊടുത്തിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനെ നഷ്ടപ്പെടുത്തരുത്. അഥ ഏതത് പൂർണ്ണം അഭ്യാത്മം യച്ച ന ഇതി അനൃതം വചഃ സർവം ന ഇതി നൃതം അനൃതം ബ്രൂയാത് സ ദുഷ്കൃതി സ്വശൻ മൃതഃ. അതുകൊണ്ട് ഈ നുണ പറയുന്നത് എന്താണ്? എല്ലാം കൊടുക്കാതിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്? നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും.
ഇതെപ്പോഴും ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴും ഇങ്ങനെ ചെയ്താൽ പിശുക്കനാണെന്നുള്ള ഒരു ചീത്ത പേരും അല്ലെങ്കിൽ ചീത്ത പേര് അല്ലെങ്കിലും ഉണ്ടാകും. പക്ഷേ എപ്പോഴും കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. അപ്പം ഇവിടെ മഹാബലി എന്ത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നീ ആദ്യം നിന്നെ രക്ഷിക്കാൻ നോക്ക്. ഈ ഒരു സാഹചര്യത്തിൽ നീ അങ്ങനെ നുണയാണെങ്കിൽ നുണയായിക്കോട്ടെ, പക്ഷെ രക്ഷിക്കാൻ നോക്ക്. ഈ സാഹചര്യത്തിൽ നീ അങ്ങനെ കൊടുക്കരുത്. സ്ത്രീഷു നർമ്മവിവാഹേച്ച വൃത്യർത്ഥേ പ്രാണസങ്കട്ടെ ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായാം ന അനൃതം സ്യാത് ജുഗുപ്സിതം. ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സാഹചര്യങ്ങളിൽ നുണ പറയുന്നത് തെറ്റല്ല. എന്തൊക്കെയാണ്? സ്ത്രീഷു നർമ്മവിവാഹേ, അതായത് ഒരു സ്ത്രീനെ, ഒരു നാരീനെ, ഒരു പെണ്ണിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നുണ പറയാം. നർമ്മവിവാഹേ, അതുപോലെ തന്നെ ഒരു വിവാഹം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. വൃത്യർത്ഥേ, ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്. പ്രാണസങ്കട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതം സങ്കടത്തിലുള്ളപ്പോൾ. ഗോബ്രാഹ്മണാർത്ഥേ, അതായത് ഒരു ബ്രാഹ്മണനെ അല്ലെങ്കിൽ പശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഹിംസായാം, വേറെ ഒരു ജീവിനെ മരണത്തിൽ നിന്നോ അപകടത്തിൽ നിന്നോ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നുണ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ നുണ പറഞ്ഞു എന്നൊക്കെ വിചാരിക്കേണ്ട. നീ ആദ്യം നിന്നെ രക്ഷിക്കാൻ നോക്ക് എന്ന് ആര് പറയുന്നു? ശുക്രാചാര്യദേവൻ പറയുന്നു. ശുക്രാചാര്യദേവൻ പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതാണ്, നീ നിന്നെ രക്ഷിക്കാൻ നോക്ക്. പക്ഷെ ഇത് കേട്ടിട്ട് ബലി കുറച്ചു നേരം കേട്ടു, എല്ലാം കേട്ടു, പിന്നെ മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, സത്യം ഭഗവതാ പ്രോക്തം ധർമ്മ അയം ഗൃഹമേദിനാം അർത്ഥം കാമം യശോവൃത്തിം യോന ബാധേത കർഹിച്ചിത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു ഗൃഹസ്ഥൻ്റെ കർത്തവ്യം എന്താണ്? ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ആ വ്യക്തിയുടെ കുടുംബത്തിനെയോ ആ വ്യക്തിൻ്റെ പ്രശസ്തിനെയോ ആ വ്യക്തിയുടെ വരുമാനത്തിനെയോ അല്ലെങ്കിൽ സന്തോഷത്തിനെയോ ബാധിക്കരുത്. അത് പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. സത്യം ഭഗവതാ പ്രോക്തം, പറഞ്ഞത് സത്യമാണ്, ഒരു സംശയമില്ല. പക്ഷേ സച്ച അഹം വിത്തലോഭേന പ്രതി ആചക്ഷേ കഥം ദ്വിജം പ്രതിശ്രുത്യ ദദാമി ഇതി പ്രാഹ്ലാദിഹി കിതവോ യഥ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വിത്തലോഭേന, എൻ്റെ സമ്പത്ത് ഞാൻ സംരക്ഷിക്കണം എന്നുള്ള ലോഭം കൊണ്ട്, കഥം, എങ്ങനെ, ദ്വിജം, അതായത് നിങ്ങൾ ബ്രാഹ്മണനാണല്ലോ, ബ്രാഹ്മണനെ എങ്ങനെ ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് മാറാൻ പറ്റും? എങ്ങനെ മാറാൻ പറ്റും? ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെ മാറാൻ പറ്റും? മാത്രമല്ല പ്രഹ്ലാദൻ്റെ പേരമകനാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഞാൻ എങ്ങനെ മാറാൻ പറ്റും? പറ്റില്ല. നഹി അസത്യാത് പരോ ധർമ്മ ഇതി ഹോവാച ഭൂഹിയം സർവം സോടും അലം മന്യേ ഋതേഹേ അലീക പരം നരം. അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ എന്താ പറയുന്നത്?
സർവം സോടും, എല്ലാം എന്നെ കൊണ്ട് താങ്ങാൻ പറ്റും. ഭൂമി ദൈവം അല്ലെങ്കിൽ ഭൂമി ദേവി പറയുന്നത് ഇതാണ്, എല്ലാം എന്നെ കൊണ്ട് താങ്ങാൻ കഴിയും. നുണ പറയുന്ന നഹി അസത്യാത്, നുണ പറയുന്ന ആൾക്കാരനെ മാത്രം എനിക്ക് വഹിക്കാൻ കഴിയില്ല. ഭൂമി ദേവി പറയുന്നു. അതായത് എല്ലാവരുടെയും ഭാരം താങ്ങാൻ കഴിയും, പക്ഷെ നുണ പറയുന്ന ആൾക്കാരെ ഭാരം മാത്രം താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭൂമിക്കുലുക്കം കൂടുതൽ വരുന്നത്. മനസ്സിലായില്ലേ? ഭൂമി കൂടുതൽ കുലുങ്ങുന്നതിന് കാരണം ഇതാണ്, കൂടിപ്പോകുന്നുണ്ട് ഭാരം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ന അഹം ബിബേമി നിരയാനാത് അധന്യാത് അസുഖാർണവാത് ന സ്ഥാനച്യവനാൻ മൃത്യയോ യഥാ വിപ്ര പ്രലംബനാത്. എന്താണ്? ഞാൻ കൂടുതലും ബിബേമി, ഞാൻ കൂടുതലും വേറെ ഒന്നുമല്ല ഞാൻ പേടിക്കുന്നത്, ഇതാണ് ഭയക്കുന്നത്. എന്താണ് ഭയക്കുന്നത്? ഒരു ബ്രാഹ്മണനെ അവരിനെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ ചോദിച്ചത് കൊടുക്കാതിരിക്കുന്നതാണ് ഞാൻ ഭയക്കുന്നത്. കാരണം ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അധന്യാത്, ധനമില്ലെങ്കിലും കുഴപ്പമില്ല, അസുഖമുണ്ടെങ്കിലും കുഴപ്പമില്ല, അതുപോലെ ഒരു പദവിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലെ ബലമില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മരണം കൊണ്ടും മൃത്യു കൊണ്ടും കുഴപ്പമില്ല, നരകം കൊണ്ടും കുഴപ്പമില്ല, ഇതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു വ്യക്തി ചോദിച്ച്, അതായത് ഒരു ബ്രാഹ്മണൻ ചോദിച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് വലിയ ഒരു തെറ്റാണ്. യദ്യത് ഹാസ്യത്തി ലോകെ അസ്മിൻ സംപരേത്തം ധനാധികം. മാത്രമല്ല മരണത്തിന് സമയം തസ്യ ത്യാഗേ നിമിത്തം കിം വിപ്രഹ തുഷ്യേത് ന തേന ചേത്. മരിക്കുമ്പോൾ ഇതൊക്കെ എല്ലാം തന്നെ പോകാൻ പോകുന്നതാണ്. പിന്നെ ഒരു നല്ല കാരണത്തിന് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ശ്രേയ കുർവന്തി ഭൂതാനാം സാധവോ ദുഃത്യജാസുഭിഹി ദദ്യങ് ശിഭിഹി പ്രവൃത്തയഃ കോ വികൽപ്പോ ധരാദിഷു. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിലുള്ള ആൾക്കാരിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദദീച്ചി എന്നുള്ള വ്യക്തിയും ഷിബി എന്നുള്ള രാജാവും അവരെ ജീവൻ തന്നെ കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകം, പിന്നെ എൻ്റെ രാജ്യം എന്നൊക്കെ കൊടുക്കാൻ ഞാൻ പേടിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയുന്നൊക്കെ എല്ലാം ഓക്കെ, ശരിയാണ്, പക്ഷെ ഞാൻ എന്തിനാണ് ഇത് കൊടുക്കാൻ പേടിക്കുന്നത്? ഈ കാലം കൊണ്ട് എന്താകും? ഈ ലോകമില്ലാതാവും. കാലം കൊണ്ട് ലോകമില്ലാതെയാവും. അസുരന്മാരൊക്കെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും ഈ ചെയ്ത യാഗങ്ങളൊക്കെ കൊണ്ടും ജയിക്കുന്നു, ശരിയാണ്. പക്ഷെ കാലം കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം കൊണ്ടുപോകും. അതുപോലെ തന്നെ പലരും യുദ്ധം ചെയ്യുമ്പോൾ തന്നെ മരിക്കുന്നുണ്ട്, അവരവിടുന്ന് മാറുന്നില്ല. അതുപോലെ ചില ആൾക്കാർ അവർ നല്ല ആൾക്കാർക്ക് അവർ ധനമൊക്കെ കൊടുക്കുന്നു, ശരിക്കും മറ്റുള്ള ആൾക്കാർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ധനമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പോലെ ഈ ലോകത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒന്നും വിചാരിക്കാതെ കൂടുതൽ സൈന്യബലമില്ലെങ്കിലും അവരുടെ ജീവിതം നൽകുന്ന പോലെ, അതുപോലെ ചില ആൾക്കാർ അവരുടെ എല്ലാം തന്നെ നല്ല കാര്യത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താ തെറ്റ്? മാത്രമല്ല ഒരു സാധാരണ ആൾ പോലും വന്ന് ചോദിച്ചാലും എല്ലാം അറിവും അനുഭവമുള്ള ഒരു വ്യക്തി അതെല്ലാം കൊടുക്കും, ഉണ്ടായിരുന്നാൽ കൊടുക്കും. അതുപോലെ ഇരിക്കെ ഇത് സാധാരണ ആളല്ലല്ലോ,
ഇത് ഒരു വലിയ ബ്രഹ്മചാരിയാണല്ലോ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കും? മാത്രമല്ല, നിങ്ങൾ ഈ യജന്തി യജ്ഞകൃതുഭിഹി, നിങ്ങൾ ഈ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ മഹാവിഷ്ണുവിനാണ് നിങ്ങളെല്ലാം കൊടുക്കുന്നത്. ഈ മഹാവിഷ്ണു എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കൊടുക്കാതിരിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞല്ലേ, ഭസ്മവേദ യജ്ഞമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ ആർക്കാണ്? ആ മഹാവിഷ്ണുവിനാണ്. ഇതൊക്കെ ബലി പറയുന്നതാ, മഹാവിഷ്ണുവിനാണ്. അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നു ഈ മഹാവിഷ്ണു ആണ് ഈ ബ്രഹ്മചാരി. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മഹാവിഷ്ണു എന്നെ ഇവിടെ കൊല്ലാൻ വന്നോ അല്ല എന്നെ ഇവിടെ രക്ഷിക്കാൻ വന്നോ എന്നൊന്നും നോക്കാതെ ഞാൻ മഹാവിഷ്ണുവിന് കൊടുക്കുന്നതല്ലേ നല്ലത്. മാത്രമല്ല, ഇദ്ദേഹം എന്നെ വന്നു ഇവിടെ കട്ടിയിട്ടാലും എന്നെ ഉപദ്രവിച്ചാലും ഞാൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്യില്ല. കാരണം അദ്ദേഹം എന്നെ കാണാൻ വന്നിരിക്കുന്നത് ഒരു നല്ല രൂപത്തിലാണ്, ദിവ്യ രൂപത്തിലാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്താലും ഞാനൊന്നും ചെയ്യില്ല. ശരിക്കും ഇദ്ദേഹം മഹാവിഷ്ണു ആണെങ്കിൽ, മാത്രമല്ല മഹാവിഷ്ണു എന്നുള്ളത് വളരെ എല്ലാവരും മഹാവിഷ്ണു, ഭഗവാൻ നാരായണൻ എന്നൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്നോട് യുദ്ധം ചെയ്ത് എന്നെ ജയിക്കാൻ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ കപടമായി എന്നെ ജയിക്കുമോ? മഹാവിഷ്ണു ആണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ പരാജയപ്പെടുത്തി ജയിക്കും. അല്ല, ഇദ്ദേഹം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നു ഞാൻ മഹാവിഷ്ണു ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ തോൽപ്പിച്ചിരിക്കും. പക്ഷെ അതല്ലല്ലോ, ഇദ്ദേഹം വന്ന് ഇവിടെ ദാനമല്ല ചോദിച്ചത്. അപ്പോൾ എങ്ങനെ ഞാൻ ദാനം കൊടുക്കാതിരിക്കാൻ പറ്റും? അതിലും വലിയ കാര്യം എന്താ പറയുന്നത്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന യാഗങ്ങളൊക്കെ മഹാവിഷ്ണുവിലല്ലേ? അപ്പം ആ മഹാവിഷ്ണു നേരിട്ട് ഇവിടെ വന്നാൽ കൊടുത്താൽ എന്താ പ്രശ്നം? പിന്നെ ശുകദേവൻ പറയുന്നു ഇങ്ങനെ അകത്തുള്ള ഭഗവാൻ പറയുന്നതനുസരിച്ച്, അകത്തുള്ള ഭഗവാൻ വെച്ചാൽ നമ്മളെല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനാണ്. എല്ലാ ഹൃദയങ്ങളിലും തിഷ്ഠതി അർജുന ഞാൻ വസിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ പറഞ്ഞ പോലെ ശുക്രാചാര്യൻ എന്തായി പറഞ്ഞു? ശപിച്ചു. ആരിനെ ശപിച്ചു? ശശാപ് ശപിച്ചു, ബലീനെ ശപിച്ചു. കാരണം അത്ര പറഞ്ഞ കാര്യങ്ങളെ ഗൗരവമായിട്ട് കേൾക്കാതെ അതിനൊക്കെ എല്ലാം നിരസിച്ചു. അപ്പം പറഞ്ഞു, ശരി, ദൃഢം പണ്ഡിതം മാന്യജ്ഞ സ്തബ്ധോ അസ്യ അസ്മദ് ഉപേക്ഷയ മത്ശാസനാതികോ യഹ ത്വം അചിരാത് ഭ്രഷ്യസേ ശ്രിയ. നിന്നെ വളരെ നീ നിന്നെ വളരെ പണ്ഡിതൻ എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ നീ ശരിക്കും ആരാ? നീ ഒരു അജ്ഞാനിയാണ്. മാത്രമല്ല നീ മാനി, നീ ഒരു അഹങ്കാരിയാണ്. പക്ഷെ നിന്നെ നീ പണ്ഡിതൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നീ പണ്ഡിതനല്ല, നീ അഹങ്കാരിയാണ്. അഹങ്കാരിയുമാണ്, അജ്ഞനുമാണ്. അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് നിനക്കെന്താവും? നിനക്ക് നിൻ്റെ അടുത്തുള്ള ഈ യശസ്സും അതുപോലെ നിൻ്റെ ഈ രാജ്യമൊക്കെ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ബലി കുറച്ചുപോലും വിഷമിച്ചില്ല. പിന്നെ വാമന ഭഗവാനെ വിധിപൂർവം ആരാധിച്ച്
വെള്ളത്തിൻ്റെ ഇതൊക്കെ കൊടുത്ത് ഈ ഭൂമി ബലിയുടെ ദാനമായി കൊടുത്തു. അപ്പോൾ ബലിയുടെ ഭാര്യയായിരുന്ന വിന്ധ്യാവലി അവിടെ വന്നു. അവിടെ ഈ ദാനം കൊടുക്കുന്ന ചടങ്ങിന് വേണ്ടി കൊടുക്കാനുള്ള വെള്ളമുള്ള ഒരു സ്വർണ്ണ കലശം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അപ്പോൾ ഈ മഹാബലി ആണല്ലോ ദാനം കൊടുക്കേണ്ടത്. അപ്പം മഹാബലി ആ വെള്ളം എടുത്ത് വാമന ഭഗവാന്റെ കാലൊക്കെ കഴുകി, എന്നിട്ട് ആ വെള്ളം സ്വന്തം തലയിലൊക്കെ തെളിച്ചു. കാരണം മഹാബലി ഭഗവാന്റെ കാല് കഴുകിയ ആ വെള്ളം എന്താണ്? വിശ്വപാവനി, ലോകത്തിനെ തന്നെ പവിത്രമാക്കുന്ന വെള്ളമാണ്. അപ്പം അങ്ങനെ പറഞ്ഞ വാക്കിനെ പാലിച്ച് നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ ആർജവത്തിലൂടെ, അതായത് നേരെ വാ നേരെ പോ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, സ്വന്തം വാക്കിനെ പാലിച്ച മഹാബലിനെ, സ്വന്തം വാക്ക് തെറ്റാതെ പ്രവർത്തിച്ച മഹാബലിക്ക് പുഷ്പവൃഷ്ടി ഉണ്ടായി. പൂക്കള് ആരൊക്കെ ഇട്ടത്? ദേവന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും സിദ്ധപുരുഷന്മാരും ചാരണന്മാരും മറ്റെല്ലാവരും, അതുപോലെ തന്നെ ദുന്ദുബി എന്നുള്ള വാദ്യയന്ത്രം, ആയിരക്കണക്കിന് ദുന്ദുബി, ആയിരക്കണക്കിന് മേളം, ഇതൊക്കെ എല്ലാം ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ടു. പിന്നെ ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാരൊക്കെ പാടി. എന്താണ് പാടിയത്? അതായത് എൻ്റെ എല്ലാ സമ്പത്തും പോകും, എൻ്റെ അടുത്തുള്ള എല്ലാം പോകും എന്നറിഞ്ഞുകൊണ്ടും, ശത്രു എന്ന് വന്നിരിക്കുന്ന ഈ വ്യക്തി സ്വയം ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ടും ഒരു മടിയുമില്ലാതെ ഇത് കൊടുക്കുന്നത് കൊണ്ട് എല്ലാവരും സ്തുതി പാടി, മഹാബലിയുടെ സ്തുതി പാടി.